ഇന്ന് വർത്തമാന പത്രങ്ങൾ നമ്മൾ തുറക്കുമ്പോൾ ഒരു ശുഭവാർത്ത നമുക്ക് ഈ പ്രതീക്ഷിച്ചത്ര വേഗതയിൽ ഇവിടെ മൈക്രോൺ പടരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അത് US-ലും മറ്റുമൊക്കെ വ്യാപിക്കുന്ന രീതിയിലാണെങ്കിൽ ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ഒമിക്രോൺ രോഗികൾ ഇവിടെ ഉണ്ടായി എന്നിരിക്കും എന്ന് വിദഗ്ധന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അത് കേന്ദ്രത്തിൻ്റെ ഒരു വിദഗ്ധ സമിതി കേരളം സന്ദർശിക്കുകയും കേരളത്തിൽ ഇതിനെതിരെ നേരത്തെ നടത്തിയിരുന്ന തയ്യാറെടുപ്പുകൾ, ഇവിടെ കുറേ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററും, എത്രയോ പല കോടികളുടെ വെട്ടിപ്പ്, ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങി എത്ര കോടികളുടെയോ വെട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. പണ്ട് നമ്മൾ മെഡിക്കൽ കോളേജ് ചെല്ലുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഒരു രോഗി അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പഞ്ഞിയും സിറിഞ്ചും അതുപോലുള്ള എല്ലാ ഉപകരണങ്ങളും രോഗി തന്നെ വാങ്ങി കൊടുക്കണം എന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് പറയുമായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പണ്ടങ്ങനെയായിരുന്നു. എല്ലാ മരുന്നും എല്ലാം നമ്മൾ തന്നെ വാങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ രോഗി എവിടെ കിടക്കുന്നൊക്കെയുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞില്ലേ, ഈ കോവിഡ് വന്നതിന് ശേഷം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മുടെ പൊതു ഖജനാവിൽ നിന്ന് ഒരുപാട് കോടികൾ മുടക്കിയിട്ട് നമ്മൾ ഈ പഞ്ഞി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും വാങ്ങുകയായിരുന്നു, സകല കാര്യങ്ങളും വാങ്ങുകയായിരുന്നു. അതിനുവേണ്ടി നമ്മൾ നിയോഗിച്ച ഒരു സ്ഥാപനം ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധാരണമായ അക്രമമായിരുന്നു. കോവിഡ് എന്ന് പറയുന്നത് ജനങ്ങൾ ഞെരുങ്ങുകയാണ്, കഷ്ടപ്പെടുകയാണ്, ജോലിയില്ലാതിരിക്കുകയാണ്. ആ തരത്തിൽ ഒരു ജീവിതത്തിൻ്റെ പാതി മുക്കാലും നിശ്ചലാവസ്ഥയിലാണ്. അങ്ങനെ ജനങ്ങൾ ജനങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കക്കുന്നത് വളരെ വിദഗ്ധമായി കക്കാനുള്ള സമയം ഇതാണ് എന്ന് തിരിച്ചറിയുന്നവരാണ് നമ്മുടെ ആരോഗ്യരക്ഷാ വകുപ്പിലെ പറഞ്ഞില്ലേ, നമ്മൾ ഈ പഞ്ഞി മുതൽ വെന്റിലേറ്റർ വരെ പുറത്തു നിന്ന് വരുത്തുകയും വാങ്ങുകയും ചെയ്തവർ ആ കാര്യത്തിൽ കാണിച്ച ഒരു ശുഷ്കാന്തി, കക്കുന്നതിൽ എത്ര ശുഷ്കാന്തി എന്നുള്ളതാണ്. ഇത്ര ഒരു ആപത്സന്ധിയിൽ പലതും മാറ്റിവെച്ചിട്ട് ആരോഗ്യരക്ഷാ പ്രവർത്തനത്തിൽ ഒരു വിഭാഗം പേര് ഏർപ്പെടുമ്പോൾ, ഒരു വിഭാഗം പേര് അവർക്ക് ധരിക്കാനുള്ള കിറ്റുകളായാലും PP കിറ്റുകളായാലും മറ്റു തരം കിറ്റുകളായാലും ടെസ്റ്റ് കിറ്റുകളായാലും ഇതിൻ്റെയൊക്കെ ഒരു വ്യാപാരി വ്യവസായി ലോകത്തിൽ അവർ ജീവിക്കുകയായിരുന്നെന്നും അതിന് പ്രകാരം എത്ര കോടികളാണ് പൊതുഖജനാവ് വേസ്റ്റ് ചെയ്തതെന്നും, എന്നിട്ട് ഇപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു? ഇപ്പോൾ ഇവിടെ കേന്ദ്ര സംഘം വരുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് ലൈൻ സെൻറ്ററൊക്കെ പൊളിച്ച് മാറ്റി, നമ്മൾ ഫ്രിഡ്ജ് വാങ്ങി, മറ്റേത് വാങ്ങി, അതൊക്കെ നമുക്ക് തോന്നിയവർക്കൊക്കെ എടുത്തു കൊടുത്തു. അങ്ങനെയൊക്കെ നമ്മൾ അതിനെ ഡിസ്പോസ് ചെയ്തു. അത്രയും നല്ല കാര്യമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വെറുതെ കെട്ടി ഉണ്ടാക്കിയിട്ട് ആവശ്യത്തിന് രോഗികളില്ലാത്ത അവസ്ഥ വരുമ്പോഴത്തേക്ക് ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് ഈ വിദേശത്ത് നിന്ന് സംഘം പറയുന്നത്. ഇവിടെ അങ്ങ് ഭയങ്കരമായിട്ട് രോഗം പടർന്ന് കിടക്കുകയാണെന്നാണ് അവരുടെ തീരുമാനം. ഇവിടെ നിറച്ച് രോഗമാണ്. രോഗം വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞില്ല, അതിന് വഴിവെച്ച് കൊടുത്ത ആരാണ്? ആദ്യം ഇവിടെ രോഗമില്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് നമ്മളാണ് ഏറ്റവും മുമ്പിൽ എന്ന് പറയാൻ കഴിഞ്ഞ നമ്മൾ ഇവിടെ മുഴുവനുള്ള രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞില്ലേ, ഈ ഒരു കോവിഡ് റിസീഡിങ് സ്റ്റേജിൽ, കോവിഡ് കാണാനില്ലാത്ത ഒരവസ്ഥയിൽ, ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ പോലും കാണാനാവാത്ത അവസ്ഥയിൽ, നിങ്ങൾ പറയുന്ന ഗൈഡ് ലൈൻസ് വെച്ച് നോക്കിയാൽ പോലും കാണാനാവാത്ത അവസ്ഥയിൽ കുറച്ചൊരു 3000 പേരൊക്കെ നമ്മൾ കഷ്ടിച്ച് കണ്ടെത്തുന്ന ഒരു സമയത്ത് ഇത്രയധികം ടെസ്റ്റുകളൊന്നും നടത്തേണ്ട കാര്യം. അതിലേക്കാളും വിചിത്രമായൊരു എന്താണ്, ഇന്നലെയും ടെസ്റ്റ് ചെയ്തതിൽ 52%, രോഗം സ്ഥിരീകരിച്ചതിൽ 52% പേര്, ഹിന്ദു വളരെ വ്യക്തമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്, 52% പേരും ഡബിൾ ഡോസ് എടുത്തവരാണ്. ഇന്നലെ പറഞ്ഞില്ലേ, 1000 പേര് അല്ലെങ്കിൽ 1500 പേരെ നിങ്ങൾ പരിശോധനയ്ക്ക് വിഷയമാക്കിയെങ്കിൽ അതിൽ 800ഓളം പേര്, 1500-ൽ 800ഓളം പേര് ഈ 2 ഡോസ് എടുത്തവർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇത് വാക്സിൻ്റെ വിഫലതയാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ വാക്സിൻ കൊടുത്തതിന് ശേഷം ഈ രോഗപ്പകർച്ച ഇല്ലാതായിട്ടുണ്ട് എന്നുള്ള ആ വാദമുഖം ദയവ് ചെയ്ത് പിൻവലിക്കുക. പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ ഇത് കുറഞ്ഞു വരുന്നു? വാക്സിൻ കൊണ്ടല്ല എങ്കിൽ എന്തുകൊണ്ട് ഇത് കുറഞ്ഞു വരും?
എന്തുകൊണ്ട് ഈ നിങ്ങൾ പറയുന്ന കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ഇപ്പോൾ കുറഞ്ഞ് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു? മറ്റൊന്നും കൊണ്ടല്ല, ജനങ്ങൾ അവരുടെ ഒരു ഫ്രീ ലൈഫിൻ്റെ ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ കഷ്ടിച്ച് ഈ പോലീസിനെ ഭയന്ന് മുഖം മൂടി മാത്രം ധരിക്കുന്ന ഒരവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത് എന്നുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾക്ക് കുറച്ചുകൂടെ എല്ലായിടും ആയപ്പോൾ ലുലു മാളും കൂടെ തുറന്നു. ലുലു മാൾ തുറന്നു അതായിരുന്നു ഒരു ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് തുറന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ രോഗം ഉണ്ടാകാൻ പാടില്ല, അത് നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനെ എല്ലാമൊക്കെ ആയി ആളുകളൊക്കെ തുറന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കണ്ടാൽ ഈ ഇതൊക്കെ മാസ്ക് ഒന്ന് വലിച്ചു താഴ്ത്തിക്കൊണ്ട് ചിരിക്കുന്ന ഒരവസ്ഥയിലൊക്കെ എത്തി. ആ തരത്തിലൊക്കെ എത്തിയതിന് കാരണം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ വാക്സിനാണെന്ന്? പറയാൻ പറ്റില്ല. 52% 2 ഡോസ് എടുത്തവർക്കാണ് ഇത് വന്നതെന്ന് പറയാം. ഇത് അത്രയും അബ്സേർഡാണ്. കാര്യം ചെയ്യുക, 52% പേര് 2 ഡോസ് എടുത്തെന്ന് പറഞ്ഞാൽ അവർക്ക് വരുന്നത് ഈ കോവിഡ് ആയിക്കൊള്ളണമെന്നില്ല. അവർക്ക് ജലദോഷവും പനിയൊക്കെ വരും. ഉടനെ അത് കോവിഡാണ്, നിങ്ങൾ അവിടെ പോസിറ്റീവായിട്ട് ഒരു സ്ട്രാൻഡ് കണ്ടു എന്നും പറഞ്ഞ ഉടനെ അവിടെ ഒരു കോവിഡ് കൺഫേം ചെയ്തിട്ട് അവരെ കോവിഡ് രോഗികളായിട്ട് പ്രഖ്യാപിക്കേണ്ട യാതൊരു കാര്യവുമില്ല. 2 ഡോസ് എടുത്താലും എടുത്തില്ലെങ്കിലും ഇവിടെ ആർക്കും യാതൊന്നും തന്നെ സംഭവിക്കുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങളിൽ ICMRൻ്റെ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ വക്താക്കൾ ഇവിടെ വന്ന് കുറ്റപ്പെടുത്തുമ്പോഴത്തേക്ക് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഈ രോഗം അങ്ങ് അകന്നു പോവുകയും എല്ലാവരും വളരെ സന്തോഷവാന്മാരായി അവരുടെ ദൈനംദിന ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ ധരിക്കേണ്ട കാര്യമില്ല. ഒരു സംസ്ഥാനത്തിൻ്റെ അവസ്ഥ കേരളത്തിനേക്കാളും മെച്ചമല്ല. കേരളത്തിൻ്റെ അവസ്ഥ വളരെ മോശപ്പെട്ട ഒരവസ്ഥയിൽ നമ്മൾ എത്തിച്ചേർന്നത് ഈ ആവശ്യമില്ലാതെ ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടി 2 ലക്ഷം പേരെ അത് ഉയർത്തിക്കൊണ്ടുപോവുകയും അതിനാനുപാതികമായിട്ട് ആളുകളുടെ ഇടയിൽ നിന്ന് രോഗം കണ്ടെത്തിയതായിട്ട് നിങ്ങൾ ഒരു മിഥ്യാധാരണ ജനങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമാണ്. അതായത് ഈ രോഗത്തിൻ്റെ തീവ്രതയെക്കുറിച്ച് പറയുമ്പോഴും രോഗം മരണകാരണമായി തീരുമോ എന്നുള്ള കാര്യത്തെപ്പറ്റി ആലോചിക്കുമ്പോഴും അത് പലവട്ടം ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട ഒരു കാര്യമാണ്. അത്ര വളരെ ലാഘവത്തോടെ അത് പറയേണ്ട ഒരു കാര്യമില്ല. ഈ രോഗത്തിൻ്റെ തീവ്രത എന്ന് പറയുന്നത് അത് ഏതറ്റം വരെ പോകും, അത് ഒരു മനുഷ്യനെ ഇൻഫെക്റ്റ് ചെയ്താൽ അവൻ്റെ സിസ്റ്റത്തെ അത് എത്രത്തോളം ബാധിക്കും, അത് മരണകാരണമായി തീരുമോ എന്നുള്ളതൊക്കെ വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ്. ഇനിയും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ്. ആ അവ്യക്തതയിൽ നിന്നുകൊണ്ട് നമ്മൾ ലക്ഷക്കണക്കിന് ടെസ്റ്റുകൾ നടത്തിയ ആ 2ാം വേവിൻ്റെ കാലഘട്ടത്തിൽ മാത്രമാണ് ഇവിടെ ഈ മരണസംഖ്യ എന്ന് പറയുന്നതും രോഗികളുടെ സംഖ്യ എന്ന് പറയുന്നതൊക്കെ ഉയർന്നു നിന്നത്. അതിനുശേഷം ആ ടെസ്റ്റുകളുടെ എണ്ണം കുറച്ച് കൊണ്ടുവന്ന് നമ്മളിപ്പോൾ 50,000, 40,000, 30,000 പേരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ 3,000 പേരെ മരിക്കുന്നു, അല്ല 3,000 പേർക്കേ രോഗം ബാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് കണക്ക്. അതിൽ തന്നെ പകുതിയിലധികം പേര് 52% പേര് 2 ഡോസ് കൊടുത്താണ്. ദിസ് വാക്സിൻ ഡസൻ പ്രിവെൻറ്റ് ദി സോ കാൾഡ് ഡിസീസ് എന്നേ പറയാൻ പറ്റും. ഇപ്പോൾ തന്നെ നിങ്ങൾ ഒമിക്രോണിൻ്റെ കാര്യം പറയാം. എന്താണ് നിങ്ങൾ ഒമിക്രോണിൻ്റെ രോഗലക്ഷണങ്ങളെ പറ്റി എല്ലാ മാധ്യമങ്ങളും അതിനൊരു വ്യക്തത കൊടുക്കാതെ നമ്മുടെ ആരോഗ്യവകുപ്പും ഒമിക്രോൺ എന്ന് പറയുന്നത് അതിൽ ഒരു എസ് പ്രോട്ടീനെ കണ്ടില്ല, അതുകൊണ്ടാണ് അത് ഒമിക്രോൺ എന്ന് പറയുന്നതല്ലാതെ ഇത് എങ്ങനെ ഈ മറ്റ് SARS-CoV-2 എന്ന് പറയുന്ന COVID-19 നിന്ന് വ്യത്യസ്തമാണോ, അതിൻ്റെ ഒരു വേരിയൻ്റ് എന്നുള്ള നിലയിൽ അതിന് അതിൻ്റേതായ സവിശേഷമായ ഒരു ആക്രമണ ബുദ്ധിയുണ്ടോ എന്നൊക്കെ പറയാനുള്ള ബാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് ഒരു വ്യക്തതയും കിട്ടിയിട്ടില്ലെന്ന് WHO പറയുന്നു. ഒമിക്രോണിനെ പറ്റി നമുക്ക് യാതൊരു വ്യക്തതയുമില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞില്ലേ, ഈ സോഷ്യൽ വാക്സിനേഷൻ്റെതായ ചില മുറകളിലൂടെ കൂട്ടം കൂടരുത്. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ആൾക്കാർ വന്ന് പറയുന്നത് കൂട്ടം കൂടരുത്, കൂട്ടം കൂടി സഞ്ചരിക്കരുത്, പരസ്പരം മുഖത്ത് നോക്കരുത്, അങ്ങനെ ആ തരത്തിൽ ഒതുങ്ങി ജീവിച്ചു കൊള്ളണം എന്നുള്ളതിൻ്റെ ഒരു നിർദ്ദേശം, ഒരു ജീവിത വിധി, അത് എങ്ങനെ ഏത് കാലം വരെ നമുക്ക് നീട്ടിക്കൊണ്ടു പോകാം എന്നുള്ളതിൻ്റെ ഒരു ആലോചനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ സാമാന്യമായിട്ട് ജനങ്ങൾ ഒന്ന് ശ്വാസം വിട്ട്, അതായത് വല്ലപ്പോഴും ഒക്കെ ഇത് പിടിച്ചു താഴ്ത്തിയിട്ട് ഒരു ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കുകയോ ഒരു തിയേറ്ററിൽ കയറി സിനിമ കാണുകയോ ഒന്ന് കൂട്ടം കൂടുകയോ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് സമരം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊരു പൊതുജീവിതത്തിൻ്റെ ഗതിയാണ്. നോർമൽസിയിലേക്ക് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോർമൽസിയിലേക്ക് തിരിച്ചു പോകുമ്പോൾ
രോഗവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ രോഗം കുറയുന്നതിന് നിങ്ങൾ പറയുന്ന വാക്സിനേഷനല്ല കാരണമെന്ന് നിങ്ങൾ തന്നെ പറയുകയാണ്. കാരണം വെച്ചാൽ നിങ്ങൾ പറയുന്ന 52% ഈ രോഗമുള്ളവരിൽ 52% 2 പ്രാവശ്യം വാക്സിൻ എടുത്തവരാണ്. അത് രോഗമൊന്നും അല്ല എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ്. എന്ന് വെച്ചാൽ ഞാൻ ആരെയും പരിശോധിച്ചിട്ടൊന്നും പറയുന്നില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില പറഞ്ഞില്ല, ഇതെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമാണ്. ഈ രോഗത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയും ഇതുവരെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെല്ലാം ഒരു ഗസ് വർക്കാണ്. ആ ഗസ് വർക്കിൽ നമ്മൾ അല്പം ഒരു യുക്തിബോധം, സാമാന്യ യുക്തിബോധം നമ്മൾ അതിൽ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, നിങ്ങൾ ഈ 2 ഡോസ് വാക്സിൻ കൊടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് രക്തം കട്ട പിടിക്കുന്ന പ്രശ്നങ്ങൾ, ഈ കാർഡിയോവാസ്കുലർ ഇഷ്യൂസ് ഉള്ളവർക്ക് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകാം, ഗർഭിണികൾക്ക് പ്രശ്നം ഉണ്ടാകാം. അങ്ങനെ ചില പ്രത്യേക വിഭാഗങ്ങൾ ഈ വാക്സിൻ ഒന്ന് ഒഴിവാക്കേണ്ടതാണ്. അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അല്ലാതെ ഈ കൊടുക്കുന്നത് എനിക്ക് അറിയാം. എനിക്ക് ചുറ്റും ജീവിക്കുന്ന എല്ലാ ആൾക്കാരും 2 ഡോസ് വാക്സിൻ എടുത്തവരാണ്. അവരിപ്പോൾ ഒരു 500 പേര് ഈ ഡബിൾ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് രണ്ടാമത് എന്തെങ്കിലും ജലദോഷമോ പനിയോ വന്നിട്ടുള്ളതല്ലാതെ അവർക്ക് ഈ കോവിഡ് വന്നിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. പിന്നെ നിങ്ങൾ അവരെ പിടിച്ച് കുത്തി വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ സ്വേദം പരിശോധിച്ചിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് എന്തെങ്കിലും കണ്ടെത്തിയെന്ന് പറഞ്ഞതുകൊണ്ട് ഈ രോഗമായിരിക്കണമെന്നില്ല. 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ ഇപ്പോൾ അവർക്കുള്ള ജലദോഷമോ പനിയോ അങ്ങ് പോകും. ഇനി വാക്സിൻ എടുത്തുകൊണ്ട് മനുഷ്യന് ജലദോഷവും പനിയും വരാൻ പാടില്ല. അതെല്ലാം ഒന്നുകിൽ ഇതായിരിക്കണം, അല്ലെങ്കിൽ ഒമിക്രോൺ ആയിരിക്കണം എന്നുള്ള നിർബന്ധവും പിടിവാശിയും നമ്മുടെ ഗവൺമെൻറ് ഉപേക്ഷിച്ചാൽ ഇത് എന്തൊക്കെയോ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങളാണ്. ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് പറഞ്ഞത് മുഴുവൻ അസംബന്ധം. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വി ആർ ഇൻ എ ബെറ്റർ കണ്ടീഷൻ. ഇപ്പോൾ ഒമിക്രോൺ വരുന്നു, ഇനി ഒരു ആക്രമണം വരികയാണെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തു വെച്ച സാധനങ്ങളൊക്കെ അതേപടി നിലനിർത്തിയിരുന്നെങ്കിൽ അപ്പോൾ എടുത്ത് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. എന്നുവെച്ചാൽ ഇത് ആരോഗ്യരക്ഷാ സംവിധാനമാണ്. നമ്മളൊരു ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ ഉണ്ടാക്കി, അവിടെ ചില ഉപകരണങ്ങൾ അതൊക്കെ ഉണ്ടാക്കി, അവിടെ പറഞ്ഞില്ലേ, അവിടെ ആളുകയറായിടമായി മാറി. ആളുകയറായിടമായിട്ട് മാറി അവിടെ നമുക്ക് ആവശ്യമില്ല, അവിടെ ഒരു പോപ്പുലേഷൻ ഇല്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ അതിങ്ങനെ മാസങ്ങളോളം വർഷങ്ങളോളം അതിങ്ങനെ ഒഴിച്ചിരിക്കണം. ഒഴിച്ച് കിടന്നാൽ അവിടെ പറഞ്ഞില്ലേ, എലിയും പൂച്ചയൊക്കെ കയറും. അത്രയേ ഉള്ളൂ. അതിനെ നിലനിർത്തേണ്ട കാര്യമൊന്നുമില്ല. അത് ഡിസ്പോസ് ചെയ്യണം. ആവശ്യത്തിനനുസരിച്ച് ഒരു എമർജൻസി വരുമ്പോൾ എമർജൻസിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ജീവിതകാലം അവസാനം വരെ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്ന ഈ മനുഷ്യരെ ആരാണ് ആരോഗ്യശാസ്ത്രം പഠിപ്പിച്ചത് എന്ന് ഞാൻ അമ്പരക്കുകയാണ്. അവർ പറയുന്നത് എന്താണ്, നിങ്ങൾ കുറേ പ്രതിരോധ സന്നാഹങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ആ സന്നാഹങ്ങളൊക്കെ പലതും നിങ്ങൾ മാറ്റിക്കളയേണ്ടതാണ്. പ്രതിരോധ സന്നാഹങ്ങൾ എന്ന് പറയുന്ന എല്ലാ കാര്യവും നമ്മൾ പറഞ്ഞില്ലേ. ഇപ്പോൾ ഒരു യുദ്ധകാലം ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ ആ യുദ്ധകാലത്തിനൊത്ത് നമ്മൾ ജീവിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എപ്പോഴും യുദ്ധം വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആ തരത്തിൽ തന്നെ ജീവിച്ചുകൊള്ളണമെന്നില്ല. അപ്പോൾ ആ പറയുന്നതൊക്കെ അസംബന്ധമാണ്. അതായത് നമ്മുടെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത് വളരെ അബ്സേർഡായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത് അവർക്ക് കേരളത്തിനെ പറ്റി യാതൊരു അസസ്മെൻറ്റും ഇല്ല. കേരളത്തിനെ പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് ICMRൻ്റെ ഗൈഡ് ലൈൻസിനെയും WHO ഗൈഡ് ലൈൻസിനെയും അന്ധമായി അനുകരിച്ചു. ഇവിടുത്തെ ഈ ഭിഷക്കര സമൂഹത്തിൻ്റെ വിശേഷ ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് ഒരു പ്രതിരോധം സൃഷ്ടിക്കുന്നതിനേക്കാൾ മുൻഗണന പുറത്തുനിന്ന് വരുന്ന ഡിക്റ്റേറ്റ്സിന് കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ് ഈ വാക്സിൻ്റെ കാര്യത്തിൽ പോലും അവസാനം സംഭവിച്ചത്. അതാണ്, വാക്സിൻ എടുക്കണം, നിർബന്ധപൂർവ്വം എടുത്ത് വ്യാപിപ്പിക്കണം എന്ന് പറയണം. അതുകൊണ്ട് പകർച്ചവ്യാധി തടയാനാവില്ല. പിന്നെ മറ്റു ഗുണങ്ങളൊക്കെ ഉണ്ടാകും. നിങ്ങൾ മരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ രോഗം പിടിക്കുകയാണെങ്കിൽ അതിന് തീവ്രത ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ആ കഥകൾ ഇപ്പോഴേ പറയരുത്. കാര്യം വെച്ചാൽ WHO പണ്ടേ പറഞ്ഞതാണ്. ഇതിൽ പറഞ്ഞില്ലേ, 80% പേർക്ക് ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമില്ലാത്തൊരു രോഗമാണ് എന്ന് പറയുമ്പോൾ തന്നെ അതങ്ങനെ തീവ്രതരമാകുന്ന രോഗമല്ല എന്നുള്ള വ്യക്തമാണ്. അഥവാ ഇനി വേറെ ഏതെങ്കിലും ഒരു തീവ്രതരമായ വെറൈറ്റി വരികയാണെങ്കിൽ നമ്മൾ അപ്പോഴതിനെ നേരിടും. ഇവിടെ കേരളത്തിൽ വിശേഷ വിധിയായിട്ടൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാളും നമ്മൾ ആദ്യഘട്ടത്തിൽ വളരെ മുൻകരുതലോടെ ഇതിനെ സമീപിക്കുകയും നമ്മൾ പൂർണ്ണമായി അതിനെ നിയന്ത്രിക്കുകയും ചെയ്യും. രണ്ടാമത്, നിങ്ങൾ അവിടെ നിന്നിട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാശ് തരുന്ന ആ CDCയിലെ സായിപ്പ് അവിടെ നിന്നിട്ട് വിളിച്ചു പറഞ്ഞപ്പോൾ ഇവിടെ നിങ്ങൾ ടെസ്റ്റ് നടത്താൻ വേണ്ടിയുള്ള ആക്രാന്തം കാണിച്ചു. ടെസ്റ്റ് നടത്താൻ വേണ്ടിയുള്ള ഈ പറയുന്ന PCR ടെസ്റ്റ് രോഗനിർണയത്തിനുള്ള ടെസ്റ്റ് അല്ലെന്ന് അത് കണ്ടുപിടിച്ച ആൾ തന്നെ പറഞ്ഞിട്ടുണ്ട്.
അതൊരു കാര്യം. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. പിന്നെ നിങ്ങളത് നടത്തുമ്പോൾ തന്നെ അത് മര്യാദയ്ക്ക് നടത്തി ഈ പറയുന്ന പ്രൊസീജിയർ അനുസരിച്ച് നിങ്ങൾ ഈ പറയുന്ന സൈക്കിൾസൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് സൈക്കിൾസിൻ്റെ എണ്ണമൊക്കെ നോക്കി ഈ ഇതിൻ്റെ പറയില്ലേ DNA RNA DNA കൺവേർഷനൊക്കെ നടത്തി അതൊക്കെ ഒബ്സർവ് ചെയ്ത് ഇതിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ അനുഭവപരിചയമുള്ള വൈദ്യശാസ്ത്രജ്ഞന്മാരൊന്നും ഇവിടെയില്ല. അതുകൊണ്ട് അതിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ നമുക്കൊരു കാര്യവും തീരുമാനിക്കാനും ആവില്ല. അതുകൊണ്ട് വ്യാപകമായി നമ്മൾ കുറേ ആൻറ്റിജൻ ടെസ്റ്റും കുറേ PCR ടെസ്റ്റ് നടത്തി എന്ന് പറയുന്നത് അതൊരു ആചാരം എന്നുള്ളതിൽ കവിഞ്ഞ് മനുഷ്യൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഈ ഒരു അബദ്ധം നമ്മുടെ ഗവൺമെൻറ് ചെയ്തു എന്നുള്ളതിൽ കവിഞ്ഞ് നിങ്ങൾ അവരുടെ ഡിറ്റെയിൽസിന് പകരം നിങ്ങളുടെ ഈ ഡോക്ടേഴ്സ് സാധാരണഗതിയിൽ നടത്തുന്ന ക്ലിനിക്കലായിട്ടുള്ള പരിശോധന, ആ ക്ലിനിക്കലായിട്ടുള്ള പരിശോധനയിൽ അസാധാരണമായിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിശോധിക്കാൻ അങ്ങനെയുള്ള ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്ത് പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നെങ്കിൽ ഈ പറഞ്ഞില്ലേ ടെസ്റ്റുകൾ ഇങ്ങനെ ആദ്യമേ അങ്ങ് ചെയ്യുക. അതായത് രോഗലക്ഷണങ്ങളില്ലാത്തവർക്ക് രോഗമുണ്ടാകും, അതുകൊണ്ട് എല്ലാവരെയും അങ്ങ് ടെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അത് ദുരുദ്ദേശപരമാണ്. കാര്യം കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഒരു രോഗത്തിൻ്റെ ലക്ഷണമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് രോഗം ഉണ്ടായിക്കൂടുന്നില്ല. എല്ലാവരും അങ്ങനെയാണ്. പലർക്കും പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്. ആ രോഗം വെളിപ്പെടുന്നത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിലായിരിക്കും. ഞാനിപ്പോൾ ഒരു കാർഡിയാക് പേഷ്യൻ്റ് ആണെന്ന് വെളിപ്പെടുന്ന ഒരു പ്രത്യേക ഘട്ടത്തിലാണ്. എനിക്ക് നെഞ്ചുവേദന വരുമ്പോഴാണ്. അപ്പോൾ അതുവരെ എനിക്ക് അതിൻ്റേതായിട്ടുള്ള അസുഖത്തിലുണ്ടായിരുന്നു. പക്ഷേ അത് എനിക്ക് എൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നില്ല. അതുപോലെ എല്ലാ രോഗങ്ങൾക്കും അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോഴാണ് നമ്മൾ ചികിത്സ കൊടുക്കുന്നത്. ഇതല്ല, ഇതൊരു പകർച്ചവ്യാധിയാണ്. കൂട്ടത്തോടെ ഇങ്ങനെ വന്ന് ആക്രമിക്കാൻ പോകുക. കൂട്ടത്തോടെ നിങ്ങൾ കൊണ്ടുവന്നതാണ്, ആക്രമിച്ചു എന്ന് ആരോപിക്കുന്നതാണ്, അത് റിസീഡ് ചെയ്ത് പോയതാണ്. അതുകൊണ്ട് ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ വിദഗ്ധന്മാരെ അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും ആ സൂറത്തിലെ ഡോക്ടർമാരെ അനുസ്മരിക്കുന്നത് അതുകൊണ്ടാണ്. അവർ ആത്മവിശ്വാസത്തോട് പറഞ്ഞു, എൻ്റെ രാജ്യത്ത്, എൻ്റെ ഗ്രാമത്തിൽ, എൻ്റെ പട്ടണത്തിൽ എന്താണ് രോഗം എന്നുള്ളത് മനുഷ്യരെ അറിയുന്ന ഞങ്ങൾ ഡോക്ടർമാരെ ആദ്യം പരിശോധിക്കട്ടെ. എന്നിട്ട് നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങളെ വിവരം അറിയിക്കാൻ നിങ്ങളുടെ സഹായം ഇൻ്റർനാഷണലായിട്ട് നിങ്ങളുടെ സഹായം ആവശ്യമായിട്ട് വരും. അതിനു മുമ്പ് നിങ്ങൾ ന്യൂയോർക്കർ ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇതൊരു അന്തർദേശീയമായ ഒരു പ്രൊപ്പഗൻഡയാണ്. കാര്യം കഴിഞ്ഞാൽ ഒരു പകർച്ചവ്യാധി കൊണ്ട് ഒരു ജനസമൂഹത്തെ മുഴുവൻ നിഷ്ക്രിയമാക്കാൻ കഴിയും, നിർജീവമാക്കാൻ കഴിയുമെങ്കിൽ അത് ലോക ജനതയെ മുഴുവൻ അങ്ങനെ ഒരു പകർച്ചവ്യാധിയുടെ പേരിൽ ഒരു നിഷ്ക്രിയത്വത്തിൻ്റെ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിട്ട് അവരെ ചങ്ങലക്കിട്ടുകൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള താല്പര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുമെന്ന് ആലോചിക്കുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥയുടെ പ്രമാണം കൂടിയാണ് ഈ രോഗം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. രോഗമുണ്ടായിരിക്കാം, പലതരം രോഗങ്ങളുണ്ട്. ഇപ്പോൾ പറയില്ല, ഇന്നലെ എത്ര വളരെ കുറച്ച് പേരാണ് മരിച്ചത്, ഇത്ര 38 35 പേര് മാത്രമേ ഇന്നലെ ഇതുമൂലം മരിച്ചിട്ടുള്ളൂ എന്ന് പറയും. ഇന്നലെ കേരളത്തിൽ ആകെ എത്ര പേര് മരിച്ചിട്ടുണ്ട്? ഏതെല്ലാം രോഗം പിടിപെട്ട് എത്ര പേര് മരിച്ചിട്ടുണ്ട്? ഈ നിങ്ങളീ പറയുന്ന ഈ 35 പേരിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സംശയിക്കുന്നവരുണ്ട്, 2 മാസം മുമ്പ് ഇത് പിടിപെട്ടവരുണ്ട്. അല്ലാതെ ഇപ്പോഴ് ആസന്ന കാരണം കാണുമെന്ന് പറയത്തക്ക തരത്തിൽ, അല്ലെങ്കിൽ അടിസ്ഥാന കാരണം കാണുമെന്ന് പറയത്തക്ക തരത്തിലുള്ള അല്ല ഈ 38 മരണമെന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം. അതായത് നമ്മൾ ഇതുവരെ തുടർന്നു വന്നിട്ടുള്ള ആ ശാസ്ത്രീയമായിട്ടുള്ള മാർഗരേഖകളെ മുഴുവനും നമ്മൾ മാറ്റിവെച്ചിട്ടാണ് നമ്മൾ ഈ 38 എണ്ണത്തിന് ഈ മരണത്തിൽ നിന്ന് പിറക്കിയെടുത്തിട്ട് ഇത് കോവിഡ് ഡെത്താണെന്ന് പറയുന്നത്. ഇത് കണ്ട് അരിശം തീരാഞ്ഞിട്ട് സുപ്രീം കോടതി അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുകയാണ്. സുപ്രീം കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദരിക്കേണ്ട ഒരു സ്ഥാപനമാണ്. പക്ഷേ സുപ്രീം കോടതി ഇങ്ങനെ ബഹളം ഉണ്ടാക്കേണ്ട കാര്യം എന്താണ്? അതായത് ഇവിടെ 40,000 പേര് കോവിഡ് പിടിയിട്ട് മരിച്ചു എന്നുള്ളത് സുപ്രീം കോടതി ഇവിടെ പരിശോധിച്ചു. 40,000 പേര് കോവിഡ് പിടിച്ചാണ് മരിച്ചത്. നിങ്ങൾ പറയുന്ന പല മാർഗങ്ങളിലൂടെയും, അതായത് കോവിഡ് നെഗറ്റീവാണ് എന്ന് പറഞ്ഞ കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ, അല്ലെങ്കിൽ ഏതാനും നാളുകൾക്ക് മുമ്പ് നിങ്ങൾക്ക് കോവിഡ് ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ നിങ്ങൾ ചികിത്സിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ പേരിൽ നിങ്ങൾ പിൽക്കാലത്ത് മരിക്കുന്നവരൊക്കെ കോവിഡ് പട്ടികയിൽ പെടുത്തണം, ആ തരത്തിൽ ധനസഹായം നൽകണം എന്നുള്ളത് നിങ്ങളുടെ ഒരു ഉത്തരവാണ്. അതിന് വൈദ്യശാസ്ത്രമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതായത് ഒരു ആരോഗ്യ വകുപ്പിന് വൈദ്യശാസ്ത്രത്തിൻ്റേതായ സ്ഥാപിത സമ്പ്രദായങ്ങളിൽ നിന്നും അതിൻ്റെ ബഹുജനാരോഗ്യ സംബന്ധമായ മര്യാദകളിൽ നിന്നും, അതാണ് പ്രധാനം. ഒരു രോഗം എത്ര തീവ്രമാണ്, രോഗം എത്ര പേരെ ബാധിക്കുന്നു, ആ രോഗം എത്ര പേരെ കൃത്യമായി ബാധിച്ച് അതുകൊണ്ട് മരിക്കുന്നു എന്ന് പറയുക എന്ന് പറയുന്നത് ഒരു ആരോഗ്യ വകുപ്പിൻ്റെ കൃത്യമായ ഉത്തരവാദിത്വമാണ്. അതിൽ മായം കലർത്തണമെന്ന് പറയുവാൻ അത് ഒരു ആരോഗ്യശാസ്ത്ര സംബന്ധമായ ഒരു
ഒരു രേഖയിൽ മായം കലർത്തിയിട്ട് അതിലേക്ക് ആളുകളെ തള്ളിക്കയറ്റണമെന്ന് പറയുവാൻ ഈ ലോകത്ത് ആരും അനുമതി കൊടുത്തിട്ടില്ല. അങ്ങനെ കോടതിക്കൊരു അഭിപ്രായം ഉണ്ടാകും. ആ അഭിപ്രായം നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് കൊടുക്കാം, കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിക്കോ കേന്ദ്രത്തിൻ്റെ ആരോഗ്യമന്ത്രിക്കോ കൊടുക്കാം. ഈ വിഭാഗത്തിൽപ്പെടുന്നവരെ ഒക്കെ കോവിഡ് രോഗികളായി പരിഗണിക്കണമെന്ന് കോടതിക്ക് അഭിപ്രായം ഉണ്ടാകാം. അത് കോടതിയുടെ ഒരു ഇൻറ്റ്യൂഷനായിരിക്കാം. എന്നാൽ പോലും നമ്മളതിനെ ബഹുമാനിക്കേണ്ടതുണ്ട്. എന്നുവെച്ചാൽ എന്താണ്, അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. പക്ഷേ അത് അപ്പടി അംഗീകരിച്ച് കാര്യങ്ങൾ നിർവഹിക്കണം എന്നുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ബാധ്യത ഇവിടുത്തെ വൈദ്യശാസ്ത്ര വകുപ്പിനില്ല. അതും കൂടെ കോടതി മനസ്സിലാക്കും. കോടതിക്ക് ഇക്കാര്യത്തിലൊരു നിർദ്ദേശം വയ്ക്കാമെന്നുള്ളതല്ല, അത് മാൻഡേറ്ററി ആയിട്ട് ഇങ്ങനെ ചെയ്തിരിക്കണമെന്ന് പറയാൻ കോടതിക്ക് അവകാശമില്ല. കോടതിയുടെ പ്രപ്പോസൽ ഈസ് ഓക്കെ. അതായത് ഇന്ന വകുപ്പിൽ പെടുന്നവരെ കൂടി, അതായത് കോവിഡ് രോഗികളെന്ന് പറയുന്നത് ഏതെല്ലാം തരത്തിൽപ്പെടുന്നവരാണെന്നതിനെ പറ്റി കോടതിക്ക് വ്യക്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം പറയുകയാണ്. ആ അഭിപ്രായം തീർച്ചയായിട്ടും കേരള ഗവൺമെൻറ് പരിഗണിക്കേണ്ടതാണ്. കേരള ഗവൺമെൻറ് ഏത് പരിധി വരെ പരിഗണിക്കാമോ അത് പരിഗണിക്കും. അല്ലാതെ അത് മാൻഡേറ്ററിയാണ്, ഞാനാണ് ഏറ്റവും വലിയ വൈദ്യൻ അല്ലെങ്കിൽ കോടതിയാണ് ഏറ്റവും വലിയ വൈദ്യനെന്ന് ഒരിക്കലും കോടതി അവകാശപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഒരു വലിയ പകർച്ച അങ്ങനെയാണെങ്കിൽ ഒമിക്രോണിനെ പറ്റി നിങ്ങൾ പറയൂ. എത്ര പേര് ഒമിക്രോൺ കൊണ്ട് മരിക്കുമെന്ന് മുൻകൂട്ടി വേണമെങ്കിൽ പറയാമല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും ഉള്ള കാര്യങ്ങൾ കോടതിയുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് കോടതി എവിടെ ഇടപെടണമെന്ന് ചില കേസുകൾ വരുമ്പോഴത്തേക്ക് കോടതി അതിൽ ഇടപെടുകയില്ല എന്ന് പറയും. ഇപ്പോൾ ഒരു രോഗി എന്തുകൊണ്ട് മരിച്ചു എന്ന് ഡോക്ടർമാർ പരിശോധിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. അതിൻ്റേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ചില ശാസ്ത്രീയ മാർഗങ്ങളുണ്ട്. ആ ശാസ്ത്രീയ മാർഗങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ആ മരണത്തിൻ്റെ കണക്കുണ്ടാക്കണം എന്ന് പറയാൻ, അതിലിടപെടാൻ കോടതിക്ക് അധികാരമുണ്ടോ എന്നുള്ളത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. അതല്ല, കോടതിക്ക് അതിനുമപ്പുറം അതിനെ സംബന്ധിച്ച് ചില നിർദ്ദേശങ്ങൾ വയ്ക്കാനുണ്ട്. ഈ നിർദ്ദേശങ്ങൾ പരിഗണിക്കണമെങ്കിൽ അത് പരിഗണനയ്ക്കായിട്ട് കോടതി സർക്കാരിന് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? ഇവിടെ ഇല്ലാത്ത കണക്ക് ഊതിപ്പെരിപ്പിച്ച് കഴിയുന്നത്ര ആൾക്കാർക്ക് ധനസഹായം ഉണ്ടാക്കാൻ കൊണ്ടുവന്നിട്ട് ആളുകളുടെ ഇടയിൽ സംഭ്രാന്തി പരത്തി ആ ഭയം എന്ന് പറയുന്ന മാരക രോഗം മൂലമുള്ള ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ആളുകൾ. നിങ്ങളിങ്ങനെ ആളുകൾ ഈ കോവിഡ് കൊണ്ട് പിടിച്ച കൂട്ടത്തോടെ മരിക്കുകയാണ്. ഒരു വലിയ സംഖ്യ ഇങ്ങനെ കേരളത്തിൽ മരിച്ചു എന്ന് പറയുമ്പോൾ ബാക്കി ജീവിക്കുന്ന ആൾക്കാർ, അവർക്ക് ജീവിതം എന്നുള്ളത് തന്നെ ഭയാകുലമായ ഒരവസ്ഥയാണെന്ന്. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് നിരന്തരം ഭയം കൊണ്ട് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണെന്ന് പറഞ്ഞില്ലേ. നമ്മുടെ ഈ സെൻ്ററുകളിൽ തന്നെ, ഈ കോവിഡ് സെൻ്ററുകളിൽ തന്നെ ആത്മഹത്യ ചെയ്തവരുണ്ട്. അത് കോടതി ഉൾപ്പെടെയുള്ളവർ പരിഗണിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് കോവിഡ് സെൻ്ററിൽ ചികിത്സയ്ക്ക് കിടക്കുന്ന ഒരു രോഗി എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്ത് വരുന്നതെന്ന് കോടതി പരിഗണിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ്? നിങ്ങൾ ഭയം കൊണ്ട് എത്ര പേരെ കൊന്നു, എത്ര കുടുംബങ്ങളെ തുലച്ചു, അതിന് നിങ്ങൾ ഒരു വലിയ മരണക്കണക്ക്, ഒരു ഭീമാകാരമായ ഒരു മരണക്കണക്ക് സൃഷ്ടിച്ചിട്ട് കുറേ പേർക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി അതിൻ്റെ വലിപ്പം, ഒരു ആനയോളം വലിപ്പമുള്ള മരണക്കണക്ക് ഉണ്ടാക്കണം എന്ന് പറയുവാൻ ആർക്കും അവകാശമില്ല. കോടതിക്ക് നിർദ്ദേശങ്ങൾ വയ്ക്കാം, പക്ഷേ ശാസ്ത്രീയമായി ചെയ്യേണ്ട കാര്യം ശാസ്ത്രീയമായി തന്നെ ചെയ്യണം. ആ ശാസ്ത്രീയമായ കൃത്യത നമുക്ക് COVID-19 കാര്യത്തിൽ തന്നെ ഇല്ലായിരുന്നു എന്ന് ഇപ്പോൾ ICMR സമ്മതിക്കുന്നുണ്ട്. അവിടെ അന്ന് ശാസ്ത്രീയമായ കൃത്യത നമ്മൾ വെച്ച് പുലർത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ഒമിക്രോണോ വേറെ വേരിയൻ്റോ ഒക്കെ വരുമ്പോൾ നമുക്ക് ആ ശാസ്ത്രീയമായ കൃത്യത സാധ്യമായി തീരുമായിരുന്നു. അങ്ങനെ ഇല്ലാതാക്കി തീർക്കുന്നതിൽ കോടതിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് കോടതി സ്വയം പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ കേരള ഗവൺമെൻറ് പറയുന്നു 10,000 പേര് ഞങ്ങളുടെ ബന്ധുക്കൾ കോവിഡ് കൊണ്ടാണ് മരിച്ചത്, എന്നിട്ട് അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് പോയിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ പേരിലുള്ള ധനസഹായത്തിന് ഞങ്ങൾക്ക് അർഹതയുണ്ട് എന്ന് പറഞ്ഞ് 10,000 പേര് അപേക്ഷ കൊടുത്തു. അപ്പോൾ ഈ പറഞ്ഞില്ലേ റിപ്പോർട്ട്, ഈ ഒരു രോഗി മരിക്കുമ്പോഴത്തേക്ക് ഒരുവിധമുള്ളതൊക്കെ കോവിഡ് മരണമാണെന്ന് സ്ഥാപിക്കാൻ നമുക്ക് ഒരു വലിയ തത്രപ്പാടുണ്ടായിരുന്നു. എന്നിട്ട് പോലും ആ പട്ടികയിൽ പോലും ഉൾപ്പെടാത്ത ആൾക്കാരാണ് ഇപ്പോൾ ധനസഹായം അഭ്യർത്ഥിച്ച് വരുന്നത്. അപ്പോൾ 10,000 അപേക്ഷകൾ വന്നു. 10,000 അപേക്ഷകൾ വന്നതിൽ 1,500 എണ്ണം അത് ഒരു പക്ഷേ ശരിയായിരിക്കാമെന്ന് കേരള ഗവൺമെൻറ് കരുതുന്നു. ഒരു ക്രൈറ്റീരിയനും ഇല്ലാതെ നമ്മളൊരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഉറ്റവരും ഉടയരുമായിട്ടുള്ള ആൾക്കാർ മരിച്ചു അവർക്ക് പലതരം രോഗങ്ങളും ഉണ്ടായിരുന്നു.
അവർ കോവിഡ് കൊണ്ടാണ് മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് ബോധ്യമാണ് എന്ന് പറഞ്ഞ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി അല്ലെങ്കിൽ ഇവിടെ നിന്നെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് സമ്പാദിച്ചുകൊണ്ട് വന്നാൽ അത് ജെന്യുവനാണെന്ന് പരിശോധിക്കാനുള്ള ബാധ്യത ഗവൺമെൻറ്റിനില്ലേ? നിങ്ങൾ ഈ കൊണ്ടുവരുന്ന 10,000 പേരുടെ അല്ലെങ്കിൽ 40,000 പേര് മരിച്ചു എന്ന് പറയുമ്പോൾ ഈ 40,000 പേരൊക്കെ മരിക്കുമ്പോഴുണ്ടാകുന്ന വേറൊരു തകരാറുണ്ട്. കോവിഡ് കൊണ്ട് മാത്രം 40,000 പേര് മരിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് മറ്റ് രോഗങ്ങൾ കൊണ്ട് മരിച്ചവരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാകും. വെച്ചാൽ മറ്റ് രോഗങ്ങൾ കൊണ്ട് വർഷം തോറും മരിക്കുന്നവർ അവരുടെ എണ്ണം വർഷം തോറും വർദ്ധിക്കുന്നുണ്ട്. അതായത് വർഷം തോറും, അതായത് കേരളം എന്ന് പറയുന്നത് മരണനിരക്കിൽ മുൻപന്തിയിൽ നിൽക്കുന്നൊരു സംസ്ഥാനമാണ് കോവിഡ് വരുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ വർഷം തോറും ഇവിടെ മരണത്തിൻ്റെ റേറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ വർഷം തോറും മറ്റു പല രോഗങ്ങൾ കൊണ്ടും മരിക്കുന്ന ആൾക്കാരുണ്ട്. ആ മറ്റു പല രോഗങ്ങളും കൊണ്ട് മരിക്കുന്നവരെയൊക്കെ നമ്മൾ കോവിഡിൻ്റെ പട്ടികപ്പെടുത്തുമ്പോഴത്തേക്ക് മറ്റു പല രോഗങ്ങൾ കൊണ്ട് മരിക്കുന്നവരുടെ എണ്ണം അങ്ങ് താഴോട്ട് പോകും. അങ്ങനെ വരുമ്പോൾ അതിന് കൃത്യത ഇല്ലാതായിത്തീരും. ഇപ്പോൾ 40,000 അല്ല 1,00,000 പേര് കോവിഡ് പിടിച്ചിട്ട് മരിച്ചു എന്ന് സമ്മതിച്ചാൽ അവർക്ക് ധനസഹായമൊക്കെ കൊടുക്കാം. പക്ഷേ അങ്ങനെ വരുമ്പോഴത്തേക്ക് മറുഭാഗത്ത് മറ്റു പല രോഗങ്ങളും ഇവിടെ ഇല്ല എന്ന് നമുക്ക് സമർത്ഥിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള അപകടങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ടാണ് എനിക്ക് തോന്നുന്നു കേരള ഗവൺമെൻറ് ഈ പറയുന്ന ഈ കോടതിയുടെയും മറ്റ് കേന്ദ്ര ICMRൻ്റെയും ഒക്കെ താളത്തിനൊത്ത് ചുവട് വെച്ച് അവർ ക്ഷീണിച്ചതിന് ശേഷമാണ് 1,500 പേർക്ക് സഹായത്തിന് വേണ്ടി അംഗീകരിച്ചു എന്ന് പറയുന്നത്. അതുപോരാ, ഇവിടെ എല്ലാം അങ്ങ് ഭയങ്കര ഈ ഒരു ഇംപ്രഷൻ കോടതിക്ക് എങ്ങനെയാണ് ഉണ്ടായത്, ഇതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതായത് നിങ്ങൾ ദേശീയ തലത്തിൽ കണക്കുകൾ തയ്യാറാക്കുമ്പോഴത്തേക്ക് മറ്റുള്ള സംസ്ഥാനങ്ങൾ ബുദ്ധിപൂർവമായിട്ട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ കണക്കുകളൊക്കെ വളരെ അവിടെ രോഗമുക്തരെ മാത്രമേ ഉള്ളൂ, രോഗികളില്ല എന്നുള്ള തരത്തിൽ കണക്കുകളുള്ളൂ. ഇവിടെ മാത്രം നമ്മൾ ഈ പറഞ്ഞില്ലേ അതിൻ്റെ വാലിൽ തൂങ്ങിയിട്ട് ആവശ്യമില്ലാതെ ഇവിടെ ആൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇതുകൊണ്ട് മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിനിടയ്ക്കാണ് ധനസഹായത്തിൻ്റെത് വന്നത്. അപ്പോൾ കഴിയുന്നത്ര ആൾക്കാർക്ക് ധനസഹായം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഇത് വന്നു. പക്ഷേ ഇതിൽ പലർക്കും ധനസഹായം ആവശ്യമില്ലാത്തവരാണ്. അത് പറഞ്ഞില്ല, ഇപ്പം നിങ്ങൾ 40,000 പേര് കോവിഡിൻ്റെ പട്ടികയിൽ പെടുത്തിയെങ്കിലും അതിൽ ഭൂരിഭാഗം പേരും ധനസഹായം ആവശ്യമില്ലാത്തവരാണ്. അവർക്കറിയാം അവരുടെ ബന്ധു മരിച്ചത് ഇതുകൊണ്ടൊന്നും അല്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർക്ക് മോറലായിട്ട് അതിനോട് താല്പര്യമില്ല. അവർ അതിനുള്ള ഒരു അപേക്ഷ നൽകുന്നില്ല. 40,000 പേര് മരിച്ചതിൽ എത്ര പേരാണ് ഗവൺമെൻറ്റിന് അപേക്ഷ നൽകിയത് നമ്മളെ കൂടെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് 10,000 പേരാണ് അപേക്ഷ നൽകിയിരിക്കുന്നത്. 500 പേർക്കേ കൊടുത്തിട്ടുള്ളൂ. അത് യോഗ്യത നമ്മൾ നിർണ്ണയിക്കുമ്പോൾ അതനുസരിച്ച് കൊടുക്കാൻ പറ്റൂ. മരണം എന്ന് പറയുന്നത് ബാർഗെയിനിങ്ങിനുള്ള ഒരു അവസരമല്ല എന്ന് ബഹുമാനപ്പെട്ട കോടതിക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ തരത്തിലുള്ള ഈ പറഞ്ഞില്ലേ ഇത് ഞാൻ പറയുന്നു അത് കൊടുത്തോ ഇത്ര പേരെ അവിടെ ഉള്ളോ എന്നൊക്കെ ചോദിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങളിവിടെ ആരെങ്കിലും നിയോഗിച്ച് എന്തെങ്കിലും തരത്തിൽ വസ്തുനിഷ്ഠമായൊരു പഠനം നടത്തിയിട്ടുണ്ടോ? നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ കോടതിക്ക് ഈ പറഞ്ഞില്ലേ COVID-19 എന്ന് പറയുന്ന SARS-CoV-2 എന്ന് പറയുന്ന രോഗത്തിൻ്റെ വിശേഷ സ്വഭാവത്തെപ്പറ്റി വ്യക്തമായിട്ട് എവിടെ നിന്നെങ്കിലും രേഖകൾ കിട്ടിയിട്ടുണ്ടോ? ഒന്നുമില്ല. നിങ്ങൾ WHO രേഖകൾ ഡിപ്പെൻഡ് ചെയ്യാമല്ലോ. അതായത് രോഗം വരുന്നതിൽ 80% പേരും ഹോസ്പിറ്റലൈസേഷൻ കൂടാതെ തന്നെ രോഗമുക്തരാകുന്ന ഒരു രോഗമാണ് ഇതെന്നാണ് WHO ഈ രോഗത്തെപ്പറ്റി COVID-19 പറ്റി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു രോഗം മൂലം ഇത്രയധികം പേര് മരിച്ചു എന്ന് പറഞ്ഞൊരു കണക്കുണ്ടാക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ WHO പറയുന്നതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ആര് പറഞ്ഞാലും കോടതി പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞാലും കോൺട്രഡിക്റ്റ് ചെയ്യാണ് പറയുന്നത്. അതുകൊണ്ട് വസ്തുനിഷ്ഠമല്ലാത്ത കാര്യങ്ങളുടെ പേരിൽ ഒരു ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ ഒരു സുപ്രീം കോടതിയല്ല ആര് ഒരു ഉത്തരവിട്ടാലും അത് സാമാന്യമായിട്ട് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു ഉത്തരവാണ്. അവിടെ ഒരു മാപ്പപേക്ഷ സമർപ്പിക്കേണ്ട കാര്യമൊന്നും കേരള ഗവൺമെൻറ്റില്ല. അസെപ്റ്റ് ചെയ്ത് പറയേണ്ടുന്ന കാര്യങ്ങൾ, അത് കോടതിയോട് അസെപ്റ്റ് ചെയ്ത് പറയേണ്ടുന്ന കാര്യങ്ങൾ, ഈ രോഗത്തിൻ്റെ സ്വഭാവം ഇതാണ് എന്ന് WHO പറഞ്ഞിട്ടുണ്ട്. പിന്നെ ടെസ്റ്റ് നടത്തണം എന്നുള്ളതിൻ്റെ പേരിൽ ടെസ്റ്റ് നടത്തി. പക്ഷേ ആ ടെസ്റ്റിൽ ഒരു മൈക്രോബിനെ നമ്മൾ കണ്ടെത്തിയിട്ടില്ല, ഒരു RNA സ്ട്രാൻഡ് കണ്ടെത്തി എന്നുള്ളതിൻ്റെ പേരിൽ നമ്മൾ നടത്തുന്ന ഒരു അഭ്യൂഹം മാത്രമാണ് ഈ രോഗസ്ഥിരീകരണം. അതൊരു പൊതു രീതിക്രമമായി ഇന്ത്യയിൽ വന്നതുകൊണ്ട് നമ്മളത് പാലിക്കേണ്ടി വന്നു എന്നുള്ളതിൽ കവിഞ്ഞ് അതിനെ നമുക്ക് അങ്ങനെ അസെപ്റ്റ് ചെയ്ത് പറയാൻ പറ്റുകയില്ല. കേരളത്തിന് പറയാം, സത്യസന്ധമായി കാര്യങ്ങൾ നോക്കിക്കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മൾ 40,000 പേര് മരിച്ചു എന്ന് പറയുന്നത് ICMRൻ്റെയും കോടതിയുടെയും ഗൈഡ് ലൈൻ അനുസരിച്ച് ഒരു പട്ടിക തയ്യാറാക്കുമ്പോൾ മാത്രമാണ്. ആക്ച്വലായിട്ടുള്ള ഒരു സയൻറ്റിഫിക് ആയിട്ട്
ഒരു ഡെത്ത് എങ്ങനെയാണ് അസസ് ചെയ്യുന്നത്, ആ മാർഗത്തിൽ കൂടി അസസ് ചെയ്യുമ്പോൾ അത്രയും എണ്ണം വേറെ ഇവിടെ മരിച്ചിട്ടില്ല. ഈ 40,000 പേരിൽ ഇപ്പോൾ 10,000 പേര് അവരുടെ പേര് കൂടി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. കുറേ പേരുടെയൊക്കെ പേര് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറേ പേർക്ക് ധനസഹായവും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു റേഞ്ചിൽ വരുന്നതല്ല. അതായത് എത്ര പേർ മരിച്ചു എന്ന് പറയുന്ന ശാസ്ത്രീയ വസ്തുതയുടെ റേഞ്ചിൽ വരുന്ന കാര്യമല്ല കോടതി പറയുന്നത്. ആ കോടതിയുടെ നിലപാട് ഉൾക്കൊണ്ടുകൊണ്ട് കഴിയുന്നത്ര ആൾക്കാർക്ക് ധനസഹായം കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. ഇത്രയും പറഞ്ഞാൽ മതി സുപ്രീം കോടതിയോട്. ആരും നമ്മളെ ശിരച്ഛേദം ചെയ്തുകൊണ്ട് പോവുകയൊന്നുമില്ല. അപ്പോൾ ഈ തരത്തിൽ ഒരു കോടതിയുടെ ഒരു കുറ്റപ്പെടുത്തൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേരളം അത് അർഹിക്കുന്ന കുറ്റപ്പെടുത്തലല്ല. നമ്മൾ അനാവശ്യമായി ഈ പറഞ്ഞില്ലേ ICMRൻ്റെയും WHO-യുടെയും ഡിക്റ്റേറ്റ്സിനെ അനുസരിച്ചത് കൊണ്ടുള്ള അപകടം, അതുകൊണ്ടുണ്ടായ സാമൂഹ്യമായ അസ്വസ്ഥത, സാമൂഹ്യമായ പിന്നോട്ടടി, അതിൽ കവിഞ്ഞ് മറ്റൊരു തെറ്റ് നമ്മൾ ചെയ്തിട്ടില്ല. നിങ്ങളെ ഫോളോ ചെയ്ത് നിങ്ങളെ പിന്തുടർന്നു സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെൻറ്റ് വന്നപ്പോൾ നമ്മളതിനെ അംഗീകരിച്ചു എന്നുള്ളത് കൊണ്ടുണ്ടായ ഒരു വീക്ക്നെസ് അല്ലാതെ മറ്റൊന്നും നമുക്കുണ്ടായിട്ടില്ല. നമ്മൾ ആരോഗ്യരക്ഷയുടെ കാര്യത്തിൽ വളരെ ശുഷ്കാന്തിയോട് തന്നെയാണ് പ്രവർത്തിച്ചത്. ഇനിയും ഏത് വിപത്ത് വന്നു കഴിഞ്ഞാലും നേരിടാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് നമ്മളെന്ന് പറയാവുന്നതേ ഉള്ളൂ. അത് പറയുന്നതിന് പകരം അവിടെ പോയി നമ്മൾ മുട്ടുകുത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ തരത്തിൽ കോടതി നമ്മളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് കോടതി ഈ രോഗം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാനും രോഗനിർണയത്തിനും ആ രോഗകാരണ നിർണയത്തിനും സമൂഹത്തിൽ വലിയ പ്രാധാന്യമുണ്ടെന്നും ഒരു പകർച്ചവ്യാധിയുടെ പ്രഹരശേഷി എന്താണ് എന്നറിയണമെങ്കിൽ കൃത്യമായും അതുകൊണ്ട് മരിക്കുന്നവർ എത്രയാണെന്നും അറിഞ്ഞിരിക്കണമെന്നും ഈ തരത്തിൽ ഒരു എണ്ണത്തിൽ നമ്മൾ മായം കലർത്തുമ്പോൾ നമുക്കതിൻ്റെ വഴി നഷ്ടപ്പെട്ടു പോകുമെന്നും അതുകൊണ്ട് നമുക്ക് പലതും അസസ് ചെയ്യാൻ കഴിയാതെ പോകുമെന്നുള്ള കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. കോടതി ആദ്യമേ തന്നെ അത് ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ തരത്തിലുള്ള പരാമർശം കോടതിയിൽ നിന്നുണ്ടാകുകയില്ല എന്നുള്ളതാണ്. കോടതിയോട് പറയേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അത് കോടതി സ്വാഭാവികമായിട്ടും അത് ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ വസ്തുതകൾ നേരെ മറിച്ചാണ് എന്ന് നേരത്തെ തന്നെ കോടതിയെ ബോധിപ്പിക്കേണ്ടതായിരുന്നു. ഇത്രയേ ഉള്ളൂ അതിൻ്റെ പ്രശ്നങ്ങളെന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ ഒമിക്രോണിൻ്റെ രോഗലക്ഷണങ്ങളെപ്പറ്റി വ്യക്തത നൽകുന്നില്ല. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒമിക്രോൺ പലയിടത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അത് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഒമിക്രോൺ പിടിപെടാനുണ്ട്. അങ്ങനെ പറയുമ്പോഴും പറഞ്ഞില്ലേ ഈ ഒമിക്രോണിൻ്റെ ആഘാതം എത്ര പേര് മരിച്ചു, ഒമിക്രോൺ മൂലം എത്ര പേര് മരിച്ചു, എവിടെ മരിച്ചു എന്നുള്ളതിനെ പറ്റിയൊന്നും വ്യക്തമായൊരു റിപ്പോർട്ട് പോലും എവിടെയും കിട്ടിയിട്ടില്ല. ഇതിനെപ്പറ്റി ഞങ്ങൾക്ക് യാതൊരു വ്യക്തതയില്ല എന്ന് ഇപ്പോഴും ICMR പറയുന്നു. ഇപ്പോൾ ഈ പറഞ്ഞില്ലേ കോവിഡിൻ്റെ കാര്യത്തിൽ ഈ കേരളത്തെ കുറ്റപ്പെടുത്താൻ വരുന്ന ICMRൻ്റെ വക്താക്കൾ ഇപ്പോൾ പറയുന്ന ഞങ്ങൾക്ക് ഒമിക്രോണിനെ പറ്റി വലിയ വിവരമൊന്നുമില്ല, അതിന് വാക്സിൻ കൊടുക്കണോ കൊടുക്കണ്ടയോ എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയില്ല. വാക്സിൻ കൊടുത്താൽ തന്നെ പറഞ്ഞില്ലേ ഇവിടെ ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ പറയുന്നൊരു കോൺട്രഡിക്ഷൻ, അതായത് വാക്സിൻ അത്രയ്ക്ക് ഒരു പ്രതിരോധമല്ല. പിന്നെ ഇവിടെ ഈ ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന കാര്യം എന്ന് പറയുന്ന പോലെ ഈ എല്ലാവരും മുഖംമൂടിയൊക്കെ കെട്ടി ആളുകൾ തമ്മിൽ മിണ്ടാതെ സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കാതെ എല്ലാതരം ജീവിത വ്യാപാരങ്ങളിൽ ഇടപെടുന്നതുകൊണ്ടാണ് ഈ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതാണ് അവരുടെ വാദം. എങ്കിൽ പിന്നെ എന്തിനാണ് വാക്സിൻ എടുക്കുന്നത്? മറ്റത് മാത്രമായിട്ട് അങ്ങ് ജീവിച്ചാൽ പോരായിരുന്നു. ഈ പറയുന്നത് യുക്തിപൂർവമായ ഒരു പറച്ചിലായിരിക്കണമല്ലോ. സോഷ്യൽ വാക്സിനേഷൻ്റെ ആവശ്യം മാത്രം കൊണ്ട് തടയാവുന്ന ഒന്നാണെങ്കിൽ നമുക്ക് സോഷ്യൽ വാക്സിനേഷൻ്റെ അതുകൊണ്ട് മാത്രം നമുക്ക് തടയാമായിരുന്നില്ല, നമുക്ക് തടയാൻ കഴിഞ്ഞില്ലല്ലോ. അങ്ങനെയാണല്ലോ നമ്മൾ വാക്സിനേഷൻ എടുത്തത്. അപ്പോൾ വാക്സിനേഷൻ കൊണ്ട് തടയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ സോഷ്യൽ വാക്സിനേഷനും കൂടെ നിർബന്ധപൂർവ്വം പാലിക്കണമെന്നൊക്കെ പറഞ്ഞാൽ വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ ഇത് എത്ര പേര് ധരിക്കുന്നുണ്ട്, പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഇത് എത്ര പേര് ധരിക്കുന്നുണ്ട്, ഈ മാസ്കൊക്കെ എത്ര ധരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇവിടെ ജയ്പൂരിൽ ടെസ്റ്റ് കിടന്നപ്പോൾ എത്ര പേര് സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നുവെന്നും അവരെത്ര പേര് മാസ്ക് ധരിച്ചിരുന്നുവെന്നും ഇവിടെ കർഷക സമരം നടന്നപ്പോഴത്തേക്ക് എത്ര പേര് അവിടെ മാസ്ക് ധരിച്ചിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ കോടതി കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവിടെയൊന്നും വരാത്ത ഒരു വിപത്ത് മാസ്ക് ധരിക്കാത്തതുകൊണ്ടും സോഷ്യൽ കോണ്ടാക്റ്റ് അതിൽ നമ്മൾ വ്യതിചലിക്കുന്നുണ്ട് കേരളത്തിലുണ്ടായി എന്ന് പറയുന്നത് അത്ഭുതകരമാണ്. അതായത് അവിടെയൊക്കെ മാസ്കേ ഇല്ലാതെ പറഞ്ഞില്ലേ ഏതാണ്ട് ഒരു വർഷത്തോളം അവർ തെരുവിൽ ഒരു വലിയ ജനക്കൂട്ടം അങ്ങനെ മാസ്ക് ഇല്ലാതെ തന്നെ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആ സമയത്ത് എല്ലാവരും 2-3 മാസ്കും കെട്ടിക്കൊണ്ട് നടക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ആളുകൾ കൂടുതൽ മരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ മാസ്ക് ഇങ്ങനെ മൂടിക്കെട്ടിക്കൊണ്ട് നടക്കുന്നുണ്ടായിരിക്കും. പലയിടത്തും പലരും ഇത്
എത്രയോ മുമ്പ് വലിച്ചെറിഞ്ഞ് പ്രകടമായിട്ട് ഡൽഹിയുടെ തൊട്ടു മുമ്പ് ഇന്ത്യൻ തലസ്ഥാനത്തിൻ്റെ മൂക്കിന് താഴെ നിന്നുകൊണ്ടാണ് സമരക്കാർ മാസ്ക് വേണ്ട വേണ്ട എന്നുള്ള തരത്തിൽ മാസ്ക് ഉപേക്ഷിച്ചുകൊണ്ട് ഈ സമരം നടത്തിയത്. ഒരു വർഷക്കാലം, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സമരം നടത്തിയത്. എന്നിട്ട് സോഷ്യൽ വാക്സിനേഷൻ ഫലപ്രദമാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെടുന്നതെങ്കിൽ കേരളത്തിൽ അത് നടപ്പിലാക്കാത്തത് കൊണ്ടാണ്, നിർബന്ധപൂർവ്വമാക്കാത്തത് കൊണ്ടാണ്. ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ അവിടെ പിന്നെ എന്തോ ഇൻഫെക്ഷനാണ് വരുന്നത്? അവിടെ അവർ വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അവർ മാസ്ക് ധരിക്കുന്നില്ലല്ലോ, അവർ ഒരു വാക്സിനേഷൻ എടുക്കാത്തവർക്ക് യാതൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം വാദമുഖങ്ങളൊക്കെ നമ്മൾ യുക്തിസഹമായിട്ട് നമ്മൾ വസ്തുനിഷ്ഠ സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പരിശോധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. പിന്നെ രണ്ടാമത്തത് ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ആമസോൺ എന്ന് പറയുന്നത് ഇന്ത്യൻ ജനജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞ ഒരു പ്രതിഭാസമാണ്. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ആമസോണിന് പിഴ ചുമത്തക്ക തരത്തിൽ അവരുടെ ഒരു പ്രസ്ഥാനത്തിന് നമ്മൾ സ്പേസ് കൊടുത്തതിന് ശേഷം അവർ പല കാര്യങ്ങളും സപ്രസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്കെതിരെ ഏതാണ്ട് ഒരു ഉപരോധത്തിൻ്റെ മാർഗത്തിലേക്ക് നീങ്ങുകയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മൾട്ടിനാഷണൽ കോർപ്പറേറ്റ്സ് എങ്ങനെയാണ് നമ്മുടെ ജീവിത സഞ്ചാരത്തിലേക്ക് കടന്നു വരുന്നതെന്നും എങ്ങനെയാണ് അതിലിടം കണ്ടെത്തുന്നതെന്നും എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതെന്നും ഉള്ളത് നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ പറയില്ല, ഇന്നലെ ശശി തരൂർ പറഞ്ഞതുപോലെ ഇപ്പോൾ നമുക്ക് ഒരു ആമസോണിനെ പറയില്ല, ആമസോണിൻ്റെ ഒരു പദ്ധതി ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ തടഞ്ഞു നിർത്തണം. വളരെ സൗകര്യപ്രദമാണല്ലോ. ശശി തരൂരിൻ്റെ ന്യായം അനുസരിച്ചാണെങ്കിൽ നമ്മളതിന് ഉപരോധങ്ങളൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഉപരോധം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം ഉണ്ടാകില്ല. ശശി തരൂരെ വ്യവസായികൾക്ക് സ്വതന്ത്രമായി വിഹരിക്കാൻ വേണ്ടി സ്ഥലവും വാതിലും തുറന്നു കൊടുക്കുന്ന ഒരു രാഷ്ട്രത്തിന് മൾട്ടിനാഷണൽ കോർപ്പറേറ്റ്സിനെ ഇരുത്തി വാഴിക്കാൻ വേണ്ടി നമ്മളെ തന്നെ തിരസ്കരിക്കുമ്പോൾ സംഭവിക്കുന്ന അത്യാഹിതത്തെക്കുറിച്ച് ഇന്ത്യ ഗവൺമെൻറ്റിന് പോലും എന്ന് പറയേണ്ടി വരും. ഇന്ത്യ ഗവൺമെൻറ്റിന് പോലും നിൽക്കക്കള്ളി ഇല്ലാത്ത തരത്തിൽ അവരുടെ അധിനിവേശത്തിൻ്റേതായ ഗൂഢതന്ത്രങ്ങൾ അവരവലംബിക്കുന്നുവെന്നും അതുകൊണ്ട് ആമസോണിനെതിരെ ചില ഉപരോധങ്ങൾ, അതാണ് ഇന്ന് ഹിന്ദുവിൻ്റെയൊക്കെ ഹെഡ്ലൈൻ, അതാണ് ആമസോണിനെതിരെയുള്ളൊരു നീക്കമാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. ആമസോൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടുത്തെ ഗ്രാമാന്തരങ്ങളിൽ പോലും നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, നിത്യജീവിതത്തിൽ പല മാർഗങ്ങളിലൂടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പോൾ ആ ഒരു കോർപ്പറേറ്റ്, ഒരു മൾട്ടിനാഷണൽ കോർപ്പറേറ്റ്, അത് പറഞ്ഞില്ലേ, അത് ആമസോൺ ക്ലൗഡ് മുതൽ ഇവിടെ വരെ ആമസോൺ പീഡിക വരെ നമുക്കിവിടെ ഉണ്ട്. നമ്മുടെ വീട്ടിൽ ഒരു പാക്കറ്റ് കൊണ്ടെത്തിക്കുന്നതിൽ വരെ ആമസോൺ ഉണ്ട്. അപ്പോൾ ആ തരത്തിൽ ജീവിതത്തിൻ്റെ സർവ്വതലങ്ങളിലും കടന്നു വന്നിരിക്കുന്ന ആമസോൺ മര്യാദ പാലിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആമസോണിനെതിരെ ഇന്ത്യ ഗവൺമെൻറ് ഒരു നീക്കം നടത്താൻ ബാധ്യസ്ഥമായി തീർന്നിരിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നതല്ല. അതുകൊണ്ട് ശശി തരൂർ മനസ്സിലാക്കേണ്ടത്, ഈ എല്ലാ വ്യവസായങ്ങൾക്കും കോർപ്പറേറ്റുകൾക്കും അവൻ്റെയൊക്കെ ഈ ചിതലെടുത്ത എഞ്ചിനുകൾക്കും ഓടാൻ വേണ്ടി നമ്മൾ സ്ഥലം കൊടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് കൂടി അറിയാൻ ശശി തരൂർ ബാധ്യസ്ഥനാണ്. അദ്ദേഹവും മുഖ്യമന്ത്രിയും കൂടി സംസാരിച്ചപ്പോൾ, വ്യാവസായിക വികസനത്തെപ്പറ്റി സംസാരിച്ചപ്പോൾ അദ്ദേഹം അത് മനോഹരമായി ആസ്വദിച്ചു. അദ്ദേഹം എൻജോയ് ചെയ്തു. വികസനത്തെക്കുറിച്ച് സംസാരിച്ച് അതിൻ്റെ ലഹരിയിലായിരുന്നു ശശി തരൂർ. ഇങ്ങനെയുള്ള ഒരാളിനെ നമ്മൾ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുത്ത് അയക്കുമ്പോൾ ഇയാൾ ഏത് തരക്കാരനാണ് എന്ന് ആദ്യമേ ഒന്ന് ചിന്തിക്കേണ്ടതായി. ഇപ്പോൾ ഇതിന് പറഞ്ഞില്ലേ, സ്റ്റാൻഡേർഡ് ഗേജ് കൊണ്ടുവരുന്നതിനുള്ള കിക്ക് ബാക്കിൻ്റെ ഷെയർ കോൺഗ്രസിൽ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം വെളിപ്പെട്ടിട്ടില്ല. BJP എന്തുകൊണ്ടാണ് ആ കാര്യത്തിൽ സൈലൻ്റ് ആയിരിക്കുന്നത്? കാര്യം വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഈ പറഞ്ഞില്ലേ ഭൂശാസ്ത്രപരമായ ഒരു കിടപ്പിനെയും അല്ലെങ്കിൽ ആ ജീവിതത്തിൻ്റെ തന്നെ കിടപ്പിനെ സാരമായി ബാധിക്കത്തക്ക തരത്തിൽ അതിനേക്കാളുമൊക്കെ നമ്മുടെ സാമ്പത്തിക അവസ്ഥയെ ഒന്നുകൂടി തകർത്ത് കളയുമാറ് നമ്മൾ കൊണ്ടുവരുന്ന ഈ പദ്ധതി, അതായത് സാമ്പത്തികമായിട്ട് നമ്മളിനി അവശേഷിക്കുകയില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന ഈ പദ്ധതി, അതാണ് അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം. അതായത് നമ്മളിപ്പോഴ് എവിടെയാണ് സാമ്പത്തികമായിട്ട് എവിടെ നിൽക്കുകയാണ്, ആളോഹരി കടം എത്രയാണ്, ആ കടം നമുക്ക് എത്രത്തോളം വർദ്ധിപ്പിക്കാനാവും, വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് എത്രത്തോളം നമുക്ക് ഇവിടെ നിലനിൽക്കാനാവും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ
അവൻ്റെ സ്റ്റാൻഡേർഡ് ഗേജ് വിറ്റഴിക്കാനുള്ള ഒരു മാർക്കറ്റാണ് എൻ്റെ സ്ഥലം. അതിനുവേണ്ടി ഞാൻ ജനങ്ങളെ വകഞ്ഞു മാറ്റി ഇതാ സ്ഥലം കാണിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ വാക്ക് പാലിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ഗവൺമെൻറ്റിനെ ആശ്രയിക്കുന്ന ശശി തരൂർ എന്ന് പറയുന്ന MP ഒരിക്കലും അദ്ദേഹം ഒരു ഇന്ത്യക്കാരനായിരുന്നില്ല. അദ്ദേഹത്തിന് ഇന്ത്യക്കാരനാകാനും കഴിയില്ല. ഇന്ത്യൻ ജനജീവിതത്തിൻ്റെ തുടിപ്പ് എന്താണെന്ന് അറിയാനൊക്കില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ ഋണബാധ്യതയുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ MP ആണ് എന്ന് ഈ ശശി തരൂർ ഓർമ്മിക്കേണ്ടതാണ്. അയാൾ കോൺഗ്രസ്സുകാരെ ഇപ്പോൾ BJPക്കാർ മിണ്ടുന്നില്ലല്ലോ. BJPക്കാർക്ക് ഈ പറഞ്ഞില്ല, ഈ ഒരു കച്ചവടത്തിൽ BJP ദേശീയ തലത്തിൽ നടന്ന കച്ചവടങ്ങളാണ് ഓരോന്ന്. ഇപ്പോൾ ആമസോണിൻ്റെ കാര്യം പറഞ്ഞു, പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്, പലതൊന്നും പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞതുപോലെ ഇപ്പോൾ സോവിയറ്റ് റഷ്യയോടൊപ്പം ചേർന്ന് അമേരിക്കയ്ക്കെതിരെ വീറ്റോ പ്രയോഗിക്കുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ആ തരത്തിൽ ഇന്ത്യ അടിയോടെ വാരുന്ന കോർപ്പറേറ്റുകളുടെ ഒരു പ്രോജക്റ്റ് മോഡിക്ക് പോലും താങ്ങാനാവാത്ത രീതിയിൽ ദുസ്സഹമായി തീർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ശശി തരൂരും പിണറായി വിജയനും കൂടി പറയുന്നത് നമുക്ക് ആ പാതയിൽ കൂടി തന്നെ സഞ്ചരിക്കാം എന്ന് പറയുന്നു. ലോകം മാറി വരികയാണ് സുഹൃത്തുക്കളെ. ഇന്നലെ വരെ നിങ്ങളൊക്കെ ശരിയെന്ന് വിചാരിച്ചിരുന്നത്, അതായത് ഈ വൻകിട കോർപ്പറേറ്റുകളാണ് സമൂഹത്തെ രക്ഷിക്കാൻ പോകുന്നത്, ഈ പറഞ്ഞില്ലേ ഇൻ്റർനാഷണലൈസേഷൻ എന്ന് പറയുന്ന സാർവദേശീയവൽക്കരണം എന്ന് പറയുന്നത് പിന്നെ ഒരു ട്രാൻസ്നാഷണൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് മാറുകയും നേഷൻ എന്ന് പറയുന്നത് അസ്ഥിരപ്പെടുകയും ചെയ്യുമ്പോൾ അതുകൊണ്ട് ലാഭമുണ്ടാകുന്നത് ട്രാൻസ്നാഷണൽ കോർപ്പറേറ്റ്സിനാണ്. അല്ലെങ്കിൽ അവരുടെ നാണയമായ ബിറ്റ്കോയിൻ അല്ലെങ്കിൽ അവരുടെ ക്രിപ്റ്റോ കറൻസി നിലവിൽ വരുമ്പോഴത്തേക്ക് അതൊരു വെല്ലുവിളിയായിത്തീരുന്നത് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയ്ക്കാണ്. നമ്മളൊരു പ്രതിസന്ധിയിലാണ്, ഇന്ത്യ ഒരു പ്രതിസന്ധിയിലാണ് എന്ന് മോദിക്ക് തോന്നുന്നു. മോദിക്ക് തന്നെ തോന്നി തുടങ്ങിയിരിക്കുന്നു. എന്നിട്ടും ഈ ഒരു കവർച്ചയിൽ, അതായത് മലയാളിയുടെ ജീവിതം, അവൻ്റെ സാമ്പത്തികമായിട്ടുള്ള അസ്തിത്വത്തെ കവർച്ച ചെയ്തുകൊണ്ട് അതിൻ്റെ അടിസ്ഥാന ശില വരെ ഊരിയെടുത്ത് വിൽക്കാൻ ശ്രമിക്കുന്ന ഒരു പദ്ധതിക്ക് കൂട്ടുനിൽക്കുമ്പോൾ BJPക്ക് അതിൽ മനസ്താപം ഉണ്ടായിരുന്നില്ല. അവരും അതിൽ പങ്കാളികളായിരുന്നു. അതുകൊണ്ട് അവരതിനെ എതിർത്തില്ല. കോൺഗ്രസ്സുകാർക്ക് ഇപ്പോഴൊക്കെയാണ് ഇത് എന്താണെന്നൊക്കെ പിടികിട്ടി വരുമ്പോഴത്തേക്ക് അത് എതിർക്കപ്പെടേണ്ടതാണ് എന്ന് അവർക്ക് തോന്നിയത് അവരുടെ രാഷ്ട്രീയമായൊരു വളർച്ചയായിട്ടാണ് നമ്മൾ കരുതേണ്ടത്. തീർച്ചയായിട്ടും. പിന്നെ ഒരു ബിനോയ് വിശ്വം ഇടതമ്പിമാരെല്ലാം കൂടെ ഉടനെ നടത്തി തരണേ എന്ന് പറയുന്ന പ്രാർത്ഥനയുമായി BJPയുടെ അടുത്തേക്ക് പോകുമ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ സഹതാപം തോന്നും. നിങ്ങൾ ആമസോണിൻ്റെ കഥ വായിക്കൂ. എന്തുകൊണ്ടാണ് സോവിയറ്റ് റഷ്യയോടൊപ്പം നിന്ന് US-നെതിരെ ഇവിടെ UN-ൽ നമുക്ക് വോട്ട് ചെയ്യേണ്ടി വന്നത് അല്ലെങ്കിൽ വീറ്റോ ചെയ്യേണ്ടി വന്നത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കൂ. ഈ പറഞ്ഞില്ലേ, നമ്മുടെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഇന്ത്യ തുടർന്നുകൊണ്ടിരുന്ന ഈ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ ഒരു സാമ്പത്തിക നയത്തിൽ നിന്ന് ഈ വിദേശ വ്യവസായികളെയും തദ്ദേശ വ്യവസായികളെയുമൊക്കെ ക്ഷണിച്ചു കൊണ്ടുവന്ന് പൂജിച്ചിരുത്തിയാൽ എല്ലാമാകുമെന്ന് കരുതുന്ന ആ ഒരു താല്പര്യത്തെ വല്ലാതെ പരിഹസിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വ്യവസായം കൊണ്ടുവരാൻ വ്യവസായികളെ കൊണ്ടുവരുന്ന ഒരു ഏജൻ്റാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിക്ക് ഇവിടെ മുഖ്യമന്ത്രിയുടേതായിട്ടുള്ള ഒരു വ്യവസായം ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം പുറത്തു നിന്ന് വ്യവസായികളെ കൊണ്ടുവന്ന് ഇവിടെ വ്യവസായം നടത്തിക്കുന്നു എന്ന് പറയുന്നതിൽ ആഹ്ലാദിക്കുന്ന ശശി തരൂരിനെ പോലെയുള്ള ആൾക്കാർ, അവരെ ഈ പറഞ്ഞില്ലേ ഈ രാജ്യത്തിന് എങ്ങനെ ഒരു ശാപമായി തീരുന്നു എന്ന് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ 6 മാസത്തിനുള്ളിൽ കുറച്ചുകൂടെ കല്ലും നെല്ലുമൊക്കെ തിരിഞ്ഞു വരും. നിങ്ങൾ കേരളിൻ്റെ കല്ലിട്ടതല്ലേ ഉള്ളൂ. കല്ലിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞില്ലേ ഒരു വലിയ യുദ്ധഭീഷണി വന്നിരിക്കുകയാണ്. ഇന്ത്യയെ പോലെയുള്ള 3 ലോക രാജ്യങ്ങൾ 2 തരം ഉൽപ്പന്നങ്ങളാണ് സാർവദേശീയ തലത്തിൽ ഉണ്ടാക്കുന്നത്. ഒന്ന് ടെററിസം, 2 ആഗോളതാപനം. ഇത് രണ്ടും കൊണ്ട് ലോകത്തെ നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് അവർക്കെതിരെ സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു പടയൊരുക്കം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു പ്രമേയം വന്നിരിക്കുകയാണ്. സാർവദേശീയ തലത്തിൽ ഈ വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രങ്ങൾക്കെതിരെ ഒരു പ്രമേയവുമായിട്ട് ഈ ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ് നയിക്കുന്ന US ലോബി അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇത് സാർവദേശീയമായിട്ട് വരുന്ന ഒരു സംഘടനം രൂപപ്പെട്ടു വരികയാണ്. അവിടെ ഇന്ത്യക്ക്
ഈ പറയുന്ന ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസിൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല, ആമസോണിൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ കേരളയിൽ കൊണ്ടുപോവാ, വികസനം കൊണ്ടുപോവാ, നിങ്ങൾ പഴയ ആ സ്റ്റാൻഡേർഡ് ഗേജിൻ്റെ തുരുമ്പിച്ച എഞ്ചിനുകൾ കൊണ്ടുപോവാ, നമ്മൾ ആളുകളെ തിന്നുന്ന എല്ലാ സംരംഭങ്ങളും നിങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുപോരെ. ആളുകൾ എന്തിന്, നമുക്ക് മുതലാളിമാർ പോരെ, ട്രാൻസ്നാഷണൽ കോർപ്പറേറ്റ്സ് പോരെ, അവരിവിടെ സ്വർഗരാജ്യം പണിയില്ലേ എന്ന് ശശി തരൂർ ചോദിക്കുന്നത്. അതിന് നമ്മൾ മറ്റൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആയി പോകുന്നല്ലോ എന്നുള്ള ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ. എന്തായാലും അക്കൂട്ടത്തിൽ ഇടതുപക്ഷ എം പിമാരുടെ കൂട്ടത്തിൽ നിന്ന് ബിനോയ് വിശ്വം വിട്ടുനിന്നു. അദ്ദേഹത്തിന് ഒരുപക്ഷെ പരിസ്ഥിതിയായിരിക്കാം പ്രശ്നം, പരിസ്ഥിതിയെക്കാളും പ്രശ്നം സഖാവേ പ്രശ്നം നമ്മുടെ സാമ്പത്തികമായ അടിത്തറ തകർന്നവരാണ്. നമുക്ക് ഇനിയും കടം വാങ്ങാനാവില്ല. ഈ കടം വാങ്ങിയ ഒരു പരീക്ഷണത്തിലൂടെ നമ്മൾ എന്തുമാത്രം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതകളില്ല. ആ തരത്തിൽ നമ്മൾ വരെ ഈ പുറം രാജ്യങ്ങളിലെ വ്യവസായികളുമായി കമ്മിറ്റ്മെൻ്റ് ഉണ്ടാക്കി അവരിൽ നിന്ന് പണം വാങ്ങിയിട്ട് ഇത്തരം കൃത്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ജനങ്ങളോട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനമായൊരു ചോദ്യമാണ്. അവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJP ഒന്നും ഇല്ല. പറഞ്ഞില്ലേ, ജീവിക്കുമ്പോഴും മരിക്കുമ്പോഴും നമ്മൾ മനുഷ്യരായിട്ടാണ് ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് അഭിപ്രായ ഭേദങ്ങളും ഉണ്ടായിരിക്കാം. അത് സംഘടനകളായി നമ്മൾ പരസ്പരം കൊല്ലിനും കൊലയ്ക്കും തയ്യാറായെന്നൊക്കെ ഇരിക്കുക. അതൊക്കെ ജീവിതത്തിൻ്റെ കുറേ സിറ്റുവേഷൻസ് മാത്രമാണ്. പക്ഷേ നമ്മളെ ആകെ ആക്രമിക്കാനായിട്ട് ട്രാൻസ്നാഷണൽ കോർപ്പറേറ്റ്സ് വരുമ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഉദാഹരണമായിട്ടാണ് ആമസോണിൻ്റെ അധിനിവേശത്തെ ചെറുക്കണം എന്ന് ഇന്ത്യൻ ഭരണകൂടത്തിന് ഇപ്പോഴെങ്കിലും ഒരു തോന്നലുണ്ടായി. അത് ബഹിരാഷ്ട്ര കുത്തകകൾ അല്ലെങ്കിൽ ട്രാൻസ്നാഷണൽ കോർപ്പറേറ്റ്സ് നമ്മുടെ സംസ്ഥാനത്തേക്ക് വന്നാൽ അവരെ നമ്മൾ പൂവിട്ട് പൂജിക്കണമെന്നും യൂസഫ് അലിയുടെ മാളാണ് കേരളത്തിന് വേണ്ടത്. ഇത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം. അതിന് തൊട്ട് താഴെയാണ് ആത്മഹത്യകൾ. ഇന്നലെ തന്നെ ഒരു അച്ഛനും മകനും തീവണ്ടിപ്പാളത്തിൽ കയറി ആത്മഹത്യ ചെയ്തു. മകൻ ആത്മഹത്യ ചെയ്യാനായിട്ട് പോയി, അച്ഛൻ കൂടെ പോയി, രണ്ടുപേരും തീവണ്ടി മുട്ടി മരിച്ചു. അപ്പോഴാണ് നമ്മൾ കേരളയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് തീവണ്ടി കൊണ്ടിട്ടുള്ള പ്രയോജനങ്ങളിൽ ഒന്ന് ഈ തരത്തിൽ ആത്മഹത്യക്കുള്ള ഒരു സാധ്യത അത് നൽകുന്നു എന്നുള്ളതാണ്. കേരളയിൽ സമ്പൂർണമായ ഒരു ആത്മഹത്യയാണ്, ഒരു സാമ്പത്തികമായ ആത്മഹത്യയാണ്, ഒരു സാംസ്കാരികമായ ആത്മഹത്യയാണ്, ഒരു രാഷ്ട്രീയമായ ആത്മഹത്യയാണ്. ഇന്നലെ ഒരച്ഛനും മകനും, നാളെ നമ്മുടെ പൊതുസമൂഹമാകെ ഒരു ആത്മഹത്യക്ക് വശംവദരായി തീരത്തക്ക തരത്തിലുള്ള പദ്ധതികളാണ് ഇവിടെ ആസൂത്രണം ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എനിക്കിവിടെ ഭരിക്കുന്ന മുഖ്യ ഭരണാധികാരിയോട് നിങ്ങളുടെ ഗർവം നിങ്ങൾ മാറ്റിവെച്ചിട്ട് വസ്തുതകളായി കാണാൻ ശ്രമിക്കണം. അന്തർദേശീയ രാഷ്ട്രീയ രംഗത്ത് വരുന്ന മാറ്റങ്ങൾ ഇന്ത്യയെപ്പോലെയുള്ള ഒരു രാജ്യത്തിന് ഇനിയും അമേരിക്കൻ ലോബിയോടൊപ്പം നിൽക്കാനാവില്ല എന്നുള്ള തരത്തിൽ അവർ നമ്മളെ തിരിഞ്ഞു കുത്തുന്ന ഒരവസ്ഥയുണ്ടായി. ഇന്നിപ്പോൾ ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ അതിനെപ്പറ്റിയാണ്. ഇപ്പോൾ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ചില തർക്കങ്ങളുണ്ട്. ആ തർക്കങ്ങളിൽ റഷ്യ ഒരു മീഡിയേറ്റർ ആകാമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ റഷ്യയുടെ താല്പര്യം ഇന്ത്യയും ചൈനയും ഒന്നിച്ചു പോകണമെന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിൽ വരുമ്പോൾ അവരെ സൂക്ഷിക്കണം, പുട്ടിനെ സൂക്ഷിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അത് ഹിന്ദുവിന് അങ്ങനെ എഡിറ്റോറിയലൊക്കെ എഴുതാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് റഷ്യയും ചൈനയും ഇന്ത്യയും ഒക്കെ യോജിച്ച് നിന്നുകൊണ്ട് ഒരു വലിയ വെല്ലുവിളിയെ ചെറുത്ത് തോൽപ്പിക്കേണ്ട ഒരു സാർവദേശീയ സ്ഥിതി ഇന്ന് സംജാതമായിട്ടുണ്ട്. ഈ ട്രാൻസ്നാഷണൽ കോർപ്പറേറ്റ്സ് എന്ന് പറയുന്നതാണ് ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക നയിക്കുന്ന വികസിത രാജ്യങ്ങളുടെ വളർത്തച്ഛൻ. അപ്പോൾ അതുകൊണ്ട് അവരുടെ പണവും ആയുധബലവും ട്രാൻസ്നാഷണൽ കോർപ്പറേറ്റ്സാണ്. യഥാർത്ഥത്തിൽ ഈ തരത്തിൽ നമ്മൾ ഒരു ഐക്യനിര ഉണ്ടാക്കുന്നത് ട്രാൻസ്നാഷണൽ കോർപ്പറേറ്റ്സിൻ്റെ അധിനിവേശത്തിനെതിരാണ് എന്ന് നമ്മളിപ്പോൾ തിരിച്ചറിഞ്ഞില്ലെങ്കിലും ഒരു 5-6 മാസത്തിനുള്ളിൽ നമ്മൾ തിരിച്ചറിയും. അന്നേരം നിങ്ങളിവിടെ കേരളയിലുണ്ടാക്കി എന്ന് പറഞ്ഞത് നിങ്ങളിവിടെ ഒന്നും സാധിക്കാൻ പോകുന്നില്ല. കാരണം കഴിഞ്ഞാൽ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്.
ഒന്നുമില്ലെങ്കിൽ വർത്തമാനപത്രം വായിക്കുക. വർത്തമാനപത്രം വായിച്ചിട്ട് നിങ്ങൾ പറഞ്ഞില്ലേ സാർവദേശീയ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുമല്ലോ. നിങ്ങൾ ഇനി ഈ പറഞ്ഞില്ലേ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പ് ഒരിക്കൽ കൂടി CC PB എല്ലാം കൂടി ഫൈനലായിട്ടുള്ള ഡ്രാഫ്റ്റ് തയ്യാറാക്കുമല്ലോ സംസ്ഥാന സമ്മേളനങ്ങളിൽ അവതരിപ്പിക്കാനുള്ള. ആ ഡ്രാഫ്റ്റ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ സാർവദേശീയ സ്ഥിതിയെ പറ്റി എന്താ എഴുതുന്നത്? ഇന്നലെ വരെ എഴുതിയിരുന്നത് നിങ്ങൾക്ക് എഴുതാനാവില്ല. അങ്ങനൊരവസ്ഥ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതൊക്കെ ഈ കേരളയിലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതായത് ഒരു ഇൻ്റർനാഷണലൈസേഷൻ ഓഫ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, അതായത് ഒരു തദ്ദേശീയ വ്യവസായമുണ്ടാകാം, ഒരു ദേശീയ വ്യവസായമുണ്ടാകാം, ഒരു സാർവദേശീയ വ്യവസായമുണ്ടാകാം. സാർവദേശീയ വ്യവസായത്തിന് എന്തുമാത്രം സ്ഥലം നമ്മൾ അനുവദിച്ചു കൊടുക്കണം. ഇപ്പോൾ വിദ്യാഭ്യാസത്തെ ഇൻ്റർനാഷണലൈസ് ചെയ്യുന്നു, ജീവിതത്തിൻ്റെ എല്ലാ അതിരുകളെയും അവർ ഇൻ്റർനാഷണലൈസ് ചെയ്യുന്നു, അവിടെയെല്ലാം ആധിപത്യം സ്ഥാപിക്കുന്നു, ഇതെല്ലാം ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കെൽപ്പില്ലാതായിത്തീരുന്നു. അതുകൊണ്ട് മറ്റുള്ളവർ ഒരു ശാക്തിക ചേരി ഉണ്ടാക്കിയേ മതിയാവൂ എന്നുള്ളൊരർത്ഥത്തിൽ എത്തിച്ചേരുന്നു. മോഡിയുടെ ഇന്ത്യ പോലും ആ ഒരു പാതയിലേക്ക് നീങ്ങാൻ ബാധ്യസ്ഥരായി തീർന്നിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ജപ്പാനിലെ തുരുമ്പെടുത്ത സാധനം കൊണ്ടുവന്ന് നമ്മുടെ ജനങ്ങളെ കൊല്ലണോ തിന്നണോ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ മുൻകൂർ കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കാശ് അത് ഒരു രഹസ്യമായ ഇടപാടിൻ്റെ കാശ് മാത്രമാണ്. അതിൻ്റെ റിസ്ക് നിങ്ങൾ തന്നെ ഏറ്റെടുത്തേ പറ്റും. അല്ലാതെ അതിന് കേരളത്തിലെ ജനങ്ങൾ പിഴമൂടണം എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നീട് പെൺകുട്ടികളുടെ പ്രായത്തെപ്പറ്റി, യൂണിഫോമിനെ പറ്റി അതായത് സ്കൂളിലെ കുട്ടികൾക്ക് ഏത് തരം വസ്ത്രങ്ങൾ ധരിക്കണമെന്ന് തീരുമാനിക്കാം. ഇപ്പോൾ എല്ലായിടത്തും നമ്മൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് IT ഫീൽഡിൽ യൂണിഫോം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിങ്ങൾ പർദ്ദയും ധരിച്ചാണ് ആരെങ്കിലും പോകുന്നത്? ആരും പോകുന്നില്ലല്ലോ. നിങ്ങളുടെ ആ വേഷവിധാനങ്ങൾ, തലയിലൊരു തൊപ്പിയും വെച്ചിട്ട് പറഞ്ഞില്ല, എത്രയോ നല്ല മിടുക്കന്മാരായിട്ടുള്ള ഇസ്ലാമിക മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ഈ IT ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു. അവിടെ അതിനകത്ത് കയറണമെങ്കിൽ അവർക്കെല്ലാം ചിട്ടവട്ടങ്ങളുണ്ട്. അവിടെ നിങ്ങൾ തല ഉനിച്ചു കൊടുക്കുമല്ലോ. ഒരു സ്കൂളിൽ നിങ്ങൾ അതുപോലെ വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനകത്ത് വാശി പിടിക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾക്കൊരു ഉന്നത ഉദ്യോഗം ലഭ്യമായി തീരുന്നിടത്ത്, നല്ല സാമ്പത്തികമായ വരുമാനം ലഭ്യമാകുന്നിടത്ത് അവിടെ ഒരു യൂണിഫോം വേണം. എല്ലാവരും ഒരേ യൂണിഫോം ധരിക്കണം. അവിടെ ഒരു ഡ്രസ് കോഡ് ഉണ്ട്. ആ ഡ്രസ് കോഡ് നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ മാന്യമായിട്ട് എത്ര ഇസ്ലാമിക മതവിശ്വാസികളെ, പൂർണ്ണമായും ഇസ്ലാമിക മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ നമുക്ക് IT ഫീൽഡിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. വൻ ശമ്പളം പറ്റുന്നവർ, അവർ ഡ്രസ് കോഡ് അംഗീകരിക്കുന്നുണ്ടല്ലോ. അതായത് മതപരമായ ചിഹ്നങ്ങളില്ലാത്ത ഒരു ഡ്രസ്സ് നിങ്ങൾ ധരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്താ നഷ്ടം സംഭവിക്കുക? നിങ്ങളുടെ മതം നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആ മതത്തെ നിങ്ങളുടെ ഒപ്പം കൊണ്ടുപോകാം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് പോകുമ്പോൾ നിസ്കരിക്കാം, നിങ്ങളുടെ പള്ളിയിൽ പോയി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അതിൻ്റേതായ ഇടങ്ങളുണ്ട്. പക്ഷേ പൊതു ഇടങ്ങളിലേക്ക് വരുമ്പോഴേക്ക് ആ മതത്തിൻ്റെ വേഷം അഴിച്ചു വെച്ച് കൊണ്ടുപോകാൻ ഒരു പൊതുവായിട്ടുള്ള ആ ഒരു ശീലം വളർത്തിയെടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഡ്രസ്സിൻ്റെ വൈവിധ്യം ഇല്ലാതാക്കണമെന്ന് പറയുകയല്ല. ഒരു പ്രത്യേക സ്ഥാപനത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ആൾക്ക് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ പോലീസുകാർക്ക് യൂണിഫോം വേണ്ടെന്ന് പറയാൻ പറ്റുമോ? പട്ടാളത്തിന് യൂണിഫോം വേണ്ടെന്ന് പറയാൻ പറ്റുമോ? അല്ലോ, അത് അച്ചടക്കത്തിൻ്റെ ഏറ്റവും വലിയ രൂപങ്ങളാണ്. അതിൻ്റെ കുറേ കൂടി അയഞ്ഞ രൂപങ്ങൾ, കുറേ കൂടി സ്വതന്ത്രമായ രൂപങ്ങൾ, കുറേ കൂടി സുന്ദരമായ രൂപങ്ങൾ യൂണിഫോമിൻ്റെ രൂപത്തിൽ ആവിഷ്കരിക്കാൻ ഈ സ്കൂളുകാർക്ക് അവകാശമുണ്ടെങ്കിൽ അവരത് ചെയ്യട്ടെ. അതിന് എല്ലാവരുടെ അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ട് ജനാധിപത്യപരമായിട്ട് അവർ ജീവിക്കുക, അത് ചെയ്യട്ടെ. അതിനെതിരെ ആരും ഈ ഗോഗോ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് പറഞ്ഞില്ല, ഇപ്പോൾ MSF ഉൾപ്പെടെയുള്ളവർ അതിനെ അനുകൂലിക്കുന്നുണ്ട്. രണ്ടാമത്തത്, ഇന്ന് ശിവൻകുട്ടി എന്തോ ഹയർ എഡ്യൂക്കേഷൻ ഈ പറഞ്ഞില്ലേ യൂണിഫോമിനെ പറ്റി എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു, എനിക്കതൊന്നും മനസ്സിലായില്ല. അദ്ദേഹം യൂണിഫോം വേണമെന്നോ വേണ്ട എന്നോ, അത് രണ്ടും ആകാമെന്നോ രണ്ടും പാടില്ല എന്നോ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമല്ല. പക്ഷേ അത് പിന്നെ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന മട്ടിലാണ് നമ്മുടെ ഗവർണർ സംസാരിക്കുന്നത്. ഗവർണർ ഇപ്പോൾ രാജിവെച്ചില്ലെങ്കിലും ഗവർണർ വൈസ് ചാൻസലർ പദവി ഒഴിയുന്നു എന്ന് പറയുമ്പോഴേക്ക് ഇറ്റ് ഈസ് ഇക്വലൻ്റ് ടു എ റെസിഗ്നേഷൻ
കാര്യം വെച്ച് കഴിഞ്ഞാൽ ഐ ഹാവ് റിസൈൻഡ് എന്നാണ് പറയുന്നത്. ആ പോസ്റ്റിൽ നിന്ന് ഞാൻ വിട്ടുമാറിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം രാജിവെച്ചിട്ട് കൂടിയാണിത് പറയുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ, ഞാൻ ആ പദം മാറ്റിവെച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് എൻ്റെ ഗവർണറുടെ ചുമതലകൾ മാത്രമേ ഞാൻ നിർവഹിക്കുന്നുള്ളൂ, വൈസ് ചാൻസലർ എന്ന് പറയുന്ന സ്ഥാനം ഞാൻ ഒഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ റെസിഗ്നേഷൻ. ആ റെസിഗ്നേഷൻ്റെ ബലത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്യരുതാത്ത കാര്യം ചെയ്തു എന്ന് ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്ററോട് പറയുമ്പോൾ അവിടെ ഈ തർക്കവിതർക്കങ്ങൾക്കൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് ആരെയും റെക്കമെൻഡ് ചെയ്യാൻ യാതൊരു അവകാശവുമില്ല. റെക്കമെൻഡേഷൻ ഡിപ്ലോമസി എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. ഇന്ന ഒരു കാൻഡിഡേറ്റിനെ തുടരാൻ അനുവദിക്കണമെന്ന് പറയുന്നത് റെക്കമെൻഡേഷനാണ്. എനിക്ക് താല്പര്യമുള്ളൊരു കാൻഡിഡേറ്റിനെ തുടരാൻ അനുവദിക്കണം എന്ന് പറയുന്നത് റെക്കമെൻഡേഷനാണ്. അതിന് നിയമം നോക്കാൻ പാടില്ല എന്ന് പറയുന്നത് റെക്കമെൻഡേഷനാണ്. ആ റെക്കമെൻഡേഷൻ ഒന്നാണ്. ഡിപ്ലോമസി എന്ന് പറയുന്നതല്ല. അതിപ്പോൾ നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ തുടരേണ്ട, ഇപ്പോൾ ഉദാഹരണത്തിന് കുട്ടികളുടെ യൂണിഫോമിനെ സംബന്ധിച്ച്, പരീക്ഷാ നടത്തിപ്പിനെ പറ്റി, അങ്ങനെയുള്ള പല കാര്യങ്ങളെപ്പറ്റി, സിലബസിനെ പറ്റി, അതൊക്കെ നയപരമായ കാര്യങ്ങളാണ്. ആ നയപരമായ കാര്യങ്ങളിൽ എനിക്കിങ്ങനൊരു അഭിപ്രായം ഉണ്ടെന്ന് സ്വാഭാവികമായിട്ടും പ്രോ വൈസ് ചാൻസലർക്ക് ഒരു കത്തെഴുതി കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ നിർദ്ദിഷ്ടമായ ഫോറങ്ങളിൽ സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കുക. അതൊക്കെയാണ് നയം എന്ന് പറയുന്നത്. അല്ലാതെ എനിക്കിഷ്ടമുള്ള ഒരാളിനെ അപ്പോയിൻറ്റ് ചെയ്യണമെന്ന് പറയുന്നതിനകത്ത് ഡിപ്ലോമസി ഇല്ല. ഡിപ്ലോമസി എന്ന് പറയുന്നത് നയതന്ത്രമാണ്. ആ നയതന്ത്രം എന്ന് പറഞ്ഞാൽ എന്ത് തന്ത്രമാണ് നമ്മുടെ നയരൂപീകരണത്തിൽ വേണ്ടത്, നമ്മുടെ ഡിസിപ്ലിൻ പിടിച്ചു നിർത്താനും നമ്മുടെ ആ ഒരു അധ്യാപന പഠന മേഖലകളെ കുറേ കൂടി ചൈതന്യവത്താക്കാനും ഏത് തരത്തിലുള്ള ഒരു നയതന്ത്രമാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള നിർദ്ദേശങ്ങളൊക്കെ എഴുതി കൊടുക്കാം, വൈസ് ചാൻസലർക്ക് എഴുതി കൊടുക്കാം. അല്ലാതെ ഈ യൂണിവേഴ്സിറ്റി നിയമങ്ങളൊക്കെ മറികടന്നുകൊണ്ട് ഇന്ന ആളിനെ, എനിക്ക് താല്പര്യമുള്ള ഒരാളിനെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ള ഒരാളിനെ തുടരാൻ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്തെഴുതി കൊടുക്കുന്നത് ഡിപ്ലോമസി അല്ല ബിന്ദു സഖാവെ. അതിന് ഡിപ്ലോമാറ്റിക് കത്തിടപാടുകളൊന്നും വിശേഷിപ്പിക്കരുത്. നമ്മളിപ്പോൾ ആർക്കെങ്കിലും ഒരു പ്രണയലേഖനം എഴുതി കൊടുത്താലും അത് ഡിപ്ലോമാറ്റിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ എൻ്റെ ഒരു മേലധികാരിക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു കീഴ് ജീവനക്കാരിക്ക് അല്ലെങ്കിൽ ഒരു കീഴ് ജീവനക്കാരന് ഒരു പ്രണയലേഖനം എഴുതി കൊടുക്കുകയാണ്. അത് എഴുതി കൊടുത്തിട്ട് അത് ഡിപ്ലോമാറ്റിക് ആണെന്ന് പറയാൻ പറ്റില്ല. അത് വ്യക്തിപരമായ താല്പര്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഒന്നും അത് ഡിപ്ലോമാറ്റിക് അല്ല. അത് ഡിപ്ലോമാറ്റിക് ആണെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ വ്യക്തിപരമായ താല്പര്യം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കത്ത് കൊടുക്കുന്നതിന് അതിന് ഡിപ്ലോമാറ്റിക് ആണെന്ന് പറയാൻ പറ്റില്ല. അത് പറഞ്ഞത് തെറ്റാണ്. അത് പിൻവലിക്കണം. പിൻവലിച്ചിട്ട് ആളുകളെ സാമാന്യ ബുദ്ധിയെ കൊഞ്ഞനം കുത്തുന്ന ഇത്തരം പ്രസ്താവനകളിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചത് പറഞ്ഞാൽ ഇപ്പോൾ ഇത് പറഞ്ഞല്ലോ, എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചത് ആരാണെന്ന് ഗവർണർ പറയുന്നുണ്ട്. അതുപോലെ ബിന്ദുവിനെ കൊണ്ട് ചെയ്യിച്ചത് ആരാണെന്ന് ബിന്ദുവിന് പറയാൻ കഴിയണം. പറയാൻ കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ അതൊരു വലിയ നേട്ടമായിരിക്കും. ആ ഓണസ്റ്റി, ആ പൊളിറ്റിക്കൽ ഓണസ്റ്റി, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ വിസ്ഡത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന പൊളിറ്റിക്കൽ ഓണസ്റ്റി, എനിക്ക് തെറ്റുപറ്റി, ഞാൻ നിർബന്ധിതയായി തീർന്നു, അത് ഇന്ന സാഹചര്യത്തിലാണ് എന്ന് ഗവർണർ ഏറ്റുപറഞ്ഞതുപോലെ ഹയർ എഡ്യൂക്കേഷൻ മന്ത്രിയും ഏറ്റുപറയാൻ തയ്യാറായാൽ അത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ, ആ ഒറ്റ പ്രസ്താവന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഒരു പഴയ, ഞാൻ പറഞ്ഞതുപോലെ പലരും പഴയ പാത അന്വേഷിക്കുകയാണ് സാർവദേശീയ തലത്തിൽ. നമുക്ക് പഴയ സോഷ്യലിസ്റ്റ് പാതയെക്കുറിച്ച് ചിന്തിക്കുന്നതിനുള്ള തുടക്കമായി തീരും. അതിനുള്ളൊരു അവസരമാണ് ഡോക്ടർ ബിന്ദുവിന് ലഭിച്ചിരിക്കുന്നത്. അത് ചെയ്യാൻ അവർക്ക് കരുത്തുണ്ടാകട്ടെ. അതാണ് സ്ത്രീയുടെ കരുത്തെന്ന് പറയുന്നത്. സ്ത്രീയുടെ കരുത്ത് എന്ന് പറയുന്നത് ആ സ്ത്രീയുടെ പൊളിറ്റിക്കൽ ഓണസ്റ്റിയാണ്, രാഷ്ട്രീയമായ സത്യസന്ധതയാണ്. അത് പുരുഷന് കഴിയാത്ത രാഷ്ട്രീയമായ സത്യസന്ധത എനിക്കുണ്ടെന്ന് ഒരു സ്ത്രീ നെഞ്ചറിഞ്ഞ് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ചരിത്രമായി തീരും. അതിന് ബിന്ദുവിന് കഴിയട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. അത് ബിന്ദുവിൻ്റെ കാര്യം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രസ്താവനയാണ് രാവിലെ. ലീഗ് ജിന്നയുടെ ഒരു ലൈനിലാണ് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നത്. കോടിയേരി ബാലകൃഷ്ണ, ലീഗ് എവിടെ നിൽക്കുന്നു, ജിന്ന എവിടെ നിൽക്കുന്നു? പാകിസ്ഥാൻ ഒരു മതരാഷ്ട്രമായിട്ട് വിട്ടുമാറുമ്പോൾ ആ മതരാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്ന ജിന്ന പറയുന്നത് ഇവിടെ
ഒരു മതത്തിൻ്റെയും സ്വേച്ഛാധികാര പ്രമത്തതയെ അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആ തരത്തിലെ എല്ലാ വിശ്വാസങ്ങൾക്കും തുല്യമായ പ്രാധാന്യം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് അഡ്രസ്സ് ചെയ്തിട്ടാണ് അദ്ദേഹം പറയുക. അദ്ദേഹം ഒരു വിഭജനവാദിയേ അല്ലായിരുന്നു. അദ്ദേഹത്തെ ഒരു വിഭജനവാദിയാക്കി തീർക്കുന്ന ചില സാഹചര്യമുണ്ടായത് വിഭജനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എന്നപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്നതുപോലെ മുസ്ലിം ലീഗിനൊരാവശ്യമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഭജനത്തെ അനുകൂലിച്ചില്ലായിരുന്നു. ചരിത്രം വായിച്ചു നോക്കിയിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്തായിരുന്നു? വിഭജനത്തെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടിനെ പറ്റി വായിച്ചിട്ടുണ്ടോ? അത് നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാർക്ക് വിഭജനം വേണമെന്ന് പറയാം, ജിന്നയ്ക്ക് വേണമെന്ന് പറഞ്ഞുകൂടെ. അങ്ങനെയാണെങ്കിൽ ജിന്ന വർഗീയവാദിയായി തീരും. ജിന്ന ഒരു വർഗീയവാദിയല്ല. ഖിലാഫത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് യാഥാസ്ഥിതികയുടെ മതവർഗീയതയുടെ ഒരു പ്രസ്ഥാനമായതുകൊണ്ട് ഞാനതിൽ പങ്കാളിയാവില്ല. ഇവിടെ മഹാത്മാഗാന്ധിയൊക്കെ അതിൻ്റെ പുറകെ കിടന്ന് ഓടുകയാണ്. ആ ഒരു മതവർഗീയ പ്രസ്ഥാനമാണത്. അത് ഒരു മുസ്ലിം മതവിശ്വാസികളുടെ യാഥാസ്ഥിതിക മുസ്ലിം മതവിശ്വാസികളുടെ ഒരു പ്രമാണത്തിന് വേണ്ടി അവർ ടർക്കിയിൽ നടത്തുന്ന യുദ്ധത്തിൻ്റെ ഭാഗമാണ്. അവിടെ ഇരു കൂട്ടരും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകുകയാണ്. ആ സംഘർഷത്തിൽ അവസാനം യാഥാസ്ഥിതികർ പരാജയപ്പെടുകയും കമാൽ പാഷ അധികാരത്തിൽ വരികയും ചെയ്തു. അതിന് തുടർച്ചയായിട്ടാണ് ഖിലാഫത്ത് വന്നത്. ആ ഖിലാഫത്തിൽ നിന്ന് വിട്ടുനിന്നതിൻ്റെ പേരിൽ മാത്രമാണ് ജിന്നയ്ക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും മുസ്ലിം ലീഗിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നു. കാര്യം എഴുതാൻ ഇവിടുത്തെ മുസ്ലിങ്ങൾ മുഴുവൻ ജിന്നയ്ക്കെതിരെ തിരിഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഖിലാഫത്തിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലുള്ള മുസ്ലിങ്ങളും പ്രോഗ്രസീവായിട്ടുള്ള മുസ്ലിംസും ജിന്നയ്ക്കെതിരെ തിരിഞ്ഞു. അങ്ങനെ ജിന്ന വളരെ ധീരമായ നിലപാടുകൾ എടുത്തുള്ള ഒരാളാണ്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഈ പന്നിയിറച്ചി കഴിക്കുമായിരുന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഒരു പാഴ്സി പെൺകുട്ടിയാണ് വിവാഹം കഴിഞ്ഞ രണ്ടാമത്. അപ്പോൾ അദ്ദേഹം നിങ്ങൾ പറയുന്നത് പോലെ ഈ മുസ്ലിം ലീഗിൽ ഈ പറഞ്ഞില്ലേ കാന്തപുരം മുസ്ലിയാരുടെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൽ കുറേയൊക്കെ പ്രോഗ്രസീവായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. എന്തായാലും ഈ കാന്തപുരം മുസ്ലിയാരുടെ ആ ഒരു ഈ തലയിൽ കെട്ടുമായിട്ട് നടന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെ പടം നിങ്ങൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം തലയിൽ കെട്ടി മതപരമായ ചിഹ്നങ്ങൾ ശരീരത്തിൽ ഒഴിച്ചു കൊണ്ടിട്ടാണ്. ഇപ്പോൾ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പടം കാണുമ്പോൾ തലയിലൊരു തൊപ്പി ഇരിപ്പുണ്ട്. അദ്ദേഹം ഒരു പ്രോഗ്രസീവ് മുസ്ലിമാണ്. മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന് പറയുന്നത് മൗലാന ഒരു പ്രോഗ്രസീവ് മുസ്ലിമാണ്. നിങ്ങൾ ജിന്നയുടെ ഒരു പടം കാണിച്ചു തരാമോ? ആ തരത്തിൽ ഇങ്ങനെ മുസ്ലിങ്ങളുടെ ഈ വേഷഭൂഷയോട് അണിഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അദ്ദേഹം പൊതുവേദികളിലും പ്രത്യക്ഷപ്പെടുമ്പോൾ സെക്യുലർ ഡ്രസ്സിൽ തന്നെയാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അദ്ദേഹം ഇവിടുത്തെ ഇന്ത്യൻ രാഷ്ട്രീയം അടുത്ത് അദ്ദേഹത്തെ അവമാനിക്കാനും രാഷ്ട്രീയത്തിൽ നിന്ന് തള്ളിപ്പുറത്താക്കാനുമുള്ള ഗർഹണീയമായ പ്രവർത്തനങ്ങൾ നടന്നപ്പോഴത്തേക്ക് അതിൽ മനമെടുത്ത് ഇവിടം വിട്ടു പോയ ആളാണ്. പിന്നീട് അദ്ദേഹത്തെ മടക്കിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് ഒരു പാകിസ്ഥാന് വേണ്ടി നിലനിൽക്കണം എന്നുള്ളതിൻ്റെ ആ ന്യായവാദങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ സ്വാധീനിക്കുന്നത് മഹാകവി ഇക്ബാലാണ്. നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഇക്ബാലാണ്. ഇക്ബാലും ഈ പറഞ്ഞതുപോലെ സാരാ ജഹാൻ സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്നെഴുതിയ കവിയാണ്. ഹിന്ദുസ്ഥാൻ ഹമാര എന്നെഴുതിയ ഇസ്ലാമിക കവിയാണ്. ആ കവി പോലും ഒടുവിൽ തിരിഞ്ഞു നിന്ന് ഒരു പാകിസ്ഥാനെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് ആ കവിയുടെ സ്വാധീനത്തിലാണ് നിങ്ങൾ ഈ പറയുന്ന ഈ മുഹമ്മദ് അലി ജിന്ന ഒരു പാകിസ്ഥാൻ ഭാഗത്തേക്ക് പോകുന്നത്, വിഭജനത്തിന് കൈവക്കുന്നത്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആവശ്യമായിരുന്നു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ പിന്തുണച്ചില്ല എന്നും പറയരുത്, പിന്തുണച്ചു എന്നൊക്കെ ഉള്ളത് വസ്തുതയാണ്. ഇതൊന്നും അറിയാഞ്ഞിട്ട് ഒരു ചരിത്ര പുസ്തകവും വായിച്ചിട്ടില്ല. ജിന്ന ആരാണെന്ന് പഠിക്കണമെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയം നിഷ്പക്ഷമായൊരു മനസ്സോടെ പക്ഷപാതങ്ങളില്ലാതെ വായിച്ചു നോക്കണം. നിങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിറഞ്ഞു നിൽക്കുന്ന മഹാത്മാഗാന്ധി മാത്രമാണ് ശരിയെന്നും മറുഭാഗത്ത് നിൽക്കുന്നവരൊക്കെ തെറ്റായിരുന്നുവെന്നും സുഭാഷ് ചന്ദ്രബോസിനെയും ജിന്നയെയും ഒക്കെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു ചാടിക്കുവാൻ വേണ്ടി തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പയറ്റിയവരൊക്കെ ശരിയായിരുന്നുവെന്നും അവരൊക്കെ തെറ്റായി. ഇപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ഫാസിസ്റ്റുകളോട് സുഭാഷ് ചന്ദ്രബോസ് മോശപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹം ഫാസിസ്റ്റുകളോടൊപ്പം ചേർന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യയുടെ മോചനത്തിന് അതാണ് മാർഗമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. കാര്യം ഇവിടുത്തെ ഈ പ്രസ്ഥാനത്തിൽ, അതായത് അദ്ദേഹത്തെ AICC പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തതിന് ശേഷം അദ്ദേഹത്തെ AICC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ വേണ്ടി വർക്കിംഗ് കമ്മിറ്റിയിൽ ഗാന്ധിജിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെ കൊണ്ട് രാജിവെപ്പിച്ചപ്പോഴത്തേക്ക് കമ്മിറ്റി ഇല്ലാതായി, കമ്മിറ്റിയുടെ പ്രസിഡൻറ്റും ഇല്ലാതായി.
ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായ ബോസ് പിന്നെ ബോസിൻ്റെ മാർഗങ്ങൾ അന്വേഷിച്ച് ജപ്പാൻ വഴി നമുക്ക് വിമോചനം ഉണ്ടാക്കാമെന്ന് ചിന്തിച്ചു പോയി. അത് അദ്ദേഹത്തിൻ്റെ പിശകായിരുന്നു. പക്ഷെ ഒരാളെ പറഞ്ഞില്ല, ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് വേറൊരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് ആരാണ് എന്നുള്ളതാണ്. അതുപോലെ ജിന്നയെ ഈ തരത്തിൽ കൊണ്ടെത്തിച്ചത് ആരാണ് എന്ന് വെച്ചാൽ നമ്മളൊക്കെ തന്നെയാണ്. കോടിയേരി ബാലകൃഷ്ണൻ നമ്മുടെ വിവരമില്ലായ്മയാണ്. ആ വിവരമില്ലായ്മയ്ക്ക് ഏറ്റവും ഗംഭീരമായ ഒരു സാക്ഷ്യമാണ് ഞാൻ എന്ന് വെളിപ്പെടുത്താൻ വേണ്ടി ഇത്തരം തലതിരിഞ്ഞ പ്രസ്ഥാനം ലീഗിനെക്കാളുമൊക്കെ ഫാർ പ്രോഗ്രസീവാണ് അന്നത്തെ ജിന്ന എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ഞാനൊരു ഇന്ത്യക്കാരനാണ്, അത് കഴിഞ്ഞ് ഞാനൊരു മുസൽമാനാകുന്നുള്ളൂ എന്ന് പറഞ്ഞ ആളാണ്. അതായത് ഹോം റൂൾ ലീഗ് ഉണ്ടാക്കുന്നു ആനി ബെസൻറ്റും സരോജിനി നായിഡുവും അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ജിന്നയാണ്. ഹോം റൂൾ ലീഗ് ഉണ്ടാക്കുമ്പോൾ അതാണ് ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ലീഗിനെയും തമ്മിൽ സംയോജിപ്പിക്കാൻ വേണ്ടി, രണ്ടിനെയും ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിർണായകമായ പ്രവർത്തനം നടത്തിയ ആളാണ് ജിന്ന. നമ്മൾ ആളുകൾ ആരാണെന്നറിയാതെ ആളുകൾ കയറി അധിക്ഷേപിക്കരുത്. നിങ്ങളുടെ ഈ ലീഗും ജിന്നയായിട്ട് യാതൊരു പൊരുത്തവും. ലീഗ് ഉണ്ടായി വരുന്ന എവിടെ നിന്നാണ്? ഈ മലപ്പുറം ബെൽറ്റിൽ എങ്ങനെയാണ് മലപ്പുറം കോഴിക്കോട് ബെൽറ്റിൽ ലീഗ് ശക്തി ആർജിച്ചത്? അവിടെ ഒരു വലിയ മതലഹള നടന്നു. ആദ്യം ബ്രിട്ടീഷുകാർക്കെതിരെ സമരം എന്ന് പറഞ്ഞിട്ട് ഖിലാഫത്തായിട്ട് അത് തുടങ്ങി. അവസാനം അതൊരു മതലഹളയായിട്ട് മാറി. അങ്ങനെ നടന്ന് ഖിലാഫത്തിനോട് അനുബന്ധിച്ച് കിടന്ന എല്ലാ പ്രക്രിയകളും കേരളത്തിലും ഉണ്ടായി. അതിൻ്റെ ഒരു സെൻറ്ററായിരുന്നു മലപ്പുറം കോഴിക്കോട് ജില്ലകൾ. അതുകൊണ്ടാണ് അവിടെ ലീഗ് ഉണ്ടായി വന്നത്. ആ ഖിലാഫത്തിനെ നിവർന്നു നിന്ന് ഇത് അതിനോടൊപ്പം ഞാനില്ല എന്നുവെച്ചാൽ അന്ന് എതിർത്ത് സംസാരിക്കാൻ ഒക്കില്ല. എതിർത്താൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കൂടി ഇതിനെ അടിച്ചു കൊല്ലും. അതുകൊണ്ട് ഞാനിതിനോടൊപ്പം ഇല്ല എന്ന് പറഞ്ഞു. അദ്ദേഹവും അംബേദ്കറും പറഞ്ഞത് ഖിലാഫത്തിൽ നിന്നാണ് ഇന്ത്യയിലൊരു ഡിവിഷൻ ഉണ്ടായത്. ഇന്ത്യ രണ്ടായിത്തീരുന്നതിന് കാരണം ഖിലാഫത്താണ്, ഖിലാഫത്തിന് പിന്നാലെ പോയത് എന്നാണ് അംബേദ്കർ അവസാനം എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ജിന്ന ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഇന്ത്യയുടെ ചരിത്രം വായിക്കണം. നിങ്ങൾ ഒന്നും വായിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് നിങ്ങളെപ്പോഴും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരുന്നാൽ അത്രയും നല്ലത്. അതുകൊണ്ട് ഈ വിവരക്കേടുകൾ വിളിച്ചു പറയരുത്. ജിന്ന എന്ന് പറയുന്നത് മഹാത്മജിക്കൊപ്പം സമശീർഷനായ ഒരു നേതാവായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തെക്കാൾ പക്വതയും അദ്ദേഹത്തെക്കാൾ സെക്യുലർ എന്ന് പറയാവുന്ന സവിശേഷതകളുമുള്ള ഒരാളായിരുന്നു. അയാൾ ജനിച്ചത് മുസൽമാനായതുകൊണ്ട് അദ്ദേഹം ഒരു മുസ്ലിം തീവ്രവാദിയായിരുന്നെന്നും അദ്ദേഹത്തിൻ്റെ വഴിയിലേക്കാണ് ലീഗ് പോകുന്നതെന്നും, അല്ലെങ്കിൽ എന്താണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? ഒരു വിഘടനവാദിയാണ് ജിന്ന ഒരു വിഘടനവാദിയാണ്. ആ വിഘടനവാദത്തിൻ്റെ വഴിയിലേക്കാണ് ലീഗ് പോകുന്നതൊക്കെ എന്നൊക്കെയാണ് പറയാൻ ശ്രമിക്കുന്നത്. വിവരമില്ലായ്മയ്ക്ക് അനന്തമായ സാധ്യതകളുണ്ട് എന്ന് വെളിപ്പെടുത്താൻ വേണ്ടി മാത്രം ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണ ഇങ്ങനെ വിവരക്കേടുകൾ വിളിച്ചു പറയരുത്. ഇന്ത്യൻ ചരിത്രത്തെ അവമാനിക്കരുത്. ഇന്ത്യൻ ചരിത്രത്തിൽ ഈ പറഞ്ഞതുപോലെ ഒരു സന്തുലിതത്വം ഉണ്ടാക്കാൻ വേണ്ടി ഈ പറഞ്ഞ രണ്ട് ശക്തികൾ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കൂടി ഒരു സന്തുലിതത്വം, ഒരു ബാലൻസിങ് ഉണ്ടാക്കാൻ വേണ്ടി വളരെ കൃത്യമായിട്ട് ശ്രമിക്കുകയും അതിൽ വിജയം കണ്ടെത്തി അതിൻ്റെ പേരിൽ ഈ സരോജിനി നായിഡു ജിന്നയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളുണ്ട്. ഇത്രയ്ക്ക് ഡിപ്ലോമാറ്റിക്കായിട്ട് ഇത്രയും വിദഗ്ധമായിട്ട് ഈ കാര്യം ഈ തരത്തിലൊരു ഐക്യത്തിൻ്റെ, ഇന്ത്യയുടെ ഐക്യത്തിൻ്റെ ഒരു വളരെ നിർണായകമായ ഒരു പാത വെട്ടിത്തളിച്ച വ്യക്തിയാണ് ജിന്ന എന്നാണ് സരോജിനി നായിഡു ജിന്നയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ജിന്ന ഏത് സാഹചര്യത്തിലാണ് ഈ തരത്തിൽ, അദ്ദേഹം ഒരിക്കലും ഒരു മതമൗലികവാദി ആയിരുന്നില്ല, അദ്ദേഹം ഒരിക്കലും ഒരു വിഘടനവാദി ആയിരുന്നില്ല. ഡിവിഷൻ വേണമെന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കരുത്. പിന്നെ ഒന്നുകൂടെ പറയേണ്ടതാണ് ഈ പെൺകുട്ടികളുടെ വിവാഹപ്രായത്തെക്കുറിച്ചാണ്. അതിൽ പറഞ്ഞില്ലേ, പെട്ടെന്ന് കയറി അതിനകത്ത് അഭിപ്രായം പറയാവുന്ന ഒരു കാര്യമല്ല. ഞാനത് നാളത്തേക്ക് മാറ്റിവെക്കുകയാണ്. നാളെ നമുക്ക് ചർച്ച ചെയ്യാം.